صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بمدح المصطفى تحيا القلوب، وتغتفر الخطايا والذنوب. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായും നിമിത്തമായും ലോകസത്താവായ അല്ലാഹു നിയോഗിച്ചയച്ച അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹകരണത്തിന്റെയും സമത്വത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും സൽപന്ഥാവിന്റെയും എല്ലാ ആശയങ്ങളും ലോകത്തും വിതരണം ചെയ്ത അതിന്റെ എല്ലാം ലതികാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച സുന്ദരമായ സത്യമായ പവിത്രമായ ഉന്നതമായ ആശയങ്ങൾ നമ്മുടെ പിഞ്ചുമക്കൾക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പാരായണവും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കുന്ന അതിമഹത്തായ ഒരു മദ്രസ, അതിന്റെ കെട്ടിട ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്ന ഒരു സദസ്സുമാണ് ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഈ മഹത്തായ ദീനി സംരംഭത്തിന് സ്ഥലം നൽകിയവർ, കെട്ടിടം നിർമ്മിച്ചവർ, സഹകരിച്ചവർ, സഹായിച്ചവർ, പങ്കെടുത്തവർ എല്ലാവർക്കും എല്ലാ നന്മയും വർദ്ധിപ്പിച്ചു തരുമാറാകണം. എല്ലാ ശർറുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഈ നാട്ടിനും പരിസരങ്ങൾക്കും ഇവിടെ പങ്കെടുത്തവർക്കും ഇതിനോട് സഹകരിച്ചവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുമാറാകണം. ഞാനിവിടെ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ശർറുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഈ നാട്ടിനും പരിസരങ്ങൾക്കും ഇവിടെ പങ്കെടുത്തവർക്കും ഇതിനോട് സഹകരിച്ചവർക്കും അല്ലാഹു എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇവിടെ ഈ ഇവിടെ വളരെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട് സ്നേഹപുരം എന്ന പേരിന് അർഹമാണ്. ആ പേര് അനർത്ഥമാക്കുന്ന വിധം എല്ലാ കാലവും നിങ്ങളുടെ ജീവികളെയും സ്നേഹിക്കണം. മനുഷ്യരെ മാത്രം സ്നേഹിച്ചാൽ പോരാ,
അതുകൊണ്ടാണ് ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഒരു സ്ത്രീ പൂച്ചയെ തടഞ്ഞു വെച്ചതിനാൽ അവൾ നരകാവകാശിയായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പൂച്ചയോടും സ്നേഹം കാണിക്കണം, അതിനോടും ക്രൂരതയോ അക്രമമോ കാണിക്കാൻ പാടില്ല. അതേസമയം ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ദാഹിച്ചു, അദ്ദേഹത്തിന് വെള്ളം ആവശ്യമുണ്ട്, കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു, കരക്ക് കയറി നോക്കുമ്പോ ഒരു നായ നനവുള്ള സ്ഥലം നക്കുന്നുണ്ട്. അതിന് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ആ നായക്ക് വെള്ളം കൊടുക്കാൻ ബക്കറ്റും കയറും ഇല്ലാത്തത് കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി ഷൂ അഴിച്ചെടുത്ത് ഷൂയിൽ വെള്ളം കോരി ആ ഷൂ മേലേക്ക് കൊണ്ടുവരാൻ കിണറ്റിന്റെ പടവുകൾ കയറുന്ന സമയത്ത് ഷൂ വായ കൊണ്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു. എന്നിട്ട് നായക്ക് വെള്ളം കൊടുത്തു. അതിന്റെ പേരിൽ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടുപോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ ജീവികളെയും ഇത് പറഞ്ഞപ്പോ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു, നബിയെ, നായക്ക് വെള്ളം കൊടുത്തു ഏതെല്ലാം പച്ചയായ അഥവാ ജീവനുള്ള കരലുള്ള ഏത് ജീവിയുണ്ടോ ആ ജീവിയിലെല്ലാം നിങ്ങൾക്ക് പ്രതിഫലം. ഏത് ജീവിക്ക് ഭക്ഷണം കൊടുത്താലും, ഏത് ജീവിക്ക് നല്ലത് ചെയ്തു കൊടുത്താലും, കാരുണ്യം ചെയ്താലും അതിനെല്ലാം പ്രതിഫലം. ഇസ്ലാമിൽ സ്നേഹമാണ്. വർഗീയതയെ ഇസ്ലാം സക്രിയമായി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ ചിലപ്പോ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞാലേ ആളുകൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. മറ്റൊന്ന്, ഒരു പ്രസ്ഥാനത്തിന്റെ ഒരാശയത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ആ പ്രസ്ഥാനം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്, ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല. മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയുടെ പേരിൽ പോരാടുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. വർഗീയത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവൻ അവന്റെ ഹിന്ദുമതക്കാരായ ആളുകളെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് വർഗീയതയല്ല. ഒരു ക്രിസ്ത്യാനികളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് വർഗീയതയല്ല. ഒരു മുസ്ലിമീങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് വർഗീയതയല്ല. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത് നിങ്ങളോടുള്ള എതിർപ്പാ. ഞാൻ എന്റെ കച്ചവടം പുരോഗമിപ്പിച്ചാൽ നിങ്ങളുടെ കച്ചവടത്തിനുള്ള എതിർപ്പാ അല്ലല്ലോ. അതേ സമയത്ത് നിങ്ങൾക്ക് വല്ല ആഘാതവും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചാൽ, ഒരു മുസ്ലിം ഒരു ഹൈന്ദവനെ ആക്രമിക്കാനോ, ഹൈന്ദവന്റെ അവകാശം ഹനിക്കാനോ, ഹൈന്ദവനെ പരിഹസിക്കാനോ, ഹൈന്ദവനെ ചീത്ത പറയാനോ, തെറി പറയാനോ, അങ്ങനെ തുടങ്ങി അവന്റെ വികാരം വ്രണപ്പെടുത്തുന്ന വല്ലൊന്നു ചെയ്താൽ അത് വർഗീയതയാണ്. അതേപോലെ ഒരു ഹൈന്ദവൻ ചെയ്താൽ അതും വർഗീയതയാണ്. ഒരു ക്രിസ്ത്യാനി ചെയ്താൽ അതും വർഗീയതയാണ്. വർഗീയത എന്ന് പറയുന്നത് അവനവന്റെ കൂട്ടാളികളും അവനവന്റെ സംഘടനക്കാരും അവനവന്റെ കുടുംബക്കാരും അവനവന്റെ ആശയക്കാരും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വർഗീയതയല്ല. മറ്റൊരാളുടെ അവകാശം ഹനിക്കുകയും മറ്റൊരാളെ ദ്രോഹിക്കുകയും മറ്റൊരാൾക്ക് ശല്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതാണ് വർഗീയതയായി തീരുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ശല്യമില്ലാതെ ജീവിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്.
ഒരു ശരിയായ മുസ്ലിം വേറെ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ ശല്യമില്ലാതെ ജീവിക്കുന്നവൻ. ആർക്കും ശല്യം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അയൽവാസികൾ, കുടുംബങ്ങൾ. അവർ ഏത് മതക്കാരാണെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ യുഅ്മിന ജാറുഹു ബവാഇഖഹു. നിങ്ങളിൽ ഒരാളും ശരിയായ വിശ്വാസിയാവില്ല ഹത്താ യുഅ്മിന ജാറുഹു ബവാഇഖഹു. അവന്റെ തൊട്ടടുത്തുള്ളവർ ഏത് കക്ഷിയാണെങ്കിലും ശരി, എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെയാവുക, എല്ലാവരും ഒരേ മതക്കാരാവുക, എല്ലാവരും ഒരേ സംഘടനക്കാരാവുക. അത് ലോകത്ത് നടക്കുന്ന സംഗതിയല്ല. അത് ലോകത്ത് നടക്കുന്ന സംഗതിയല്ല. അങ്ങനെ ഒരു തീരുമാനം അല്ലാഹുവിനില്ല. അല്ലാഹു തീരുമാനിച്ചൊക്കെ നടക്കും, തീരുമാനിക്കാത്തൊന്നും നടക്കൂല. അതുകൊണ്ട് എല്ലാവരും ഒരേ പറഞ്ഞേച്ചിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ശരിയായ ആശയം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് അമ്പിയാക്കളെ അയച്ചിട്ടുള്ളത്. ഇസ്ലാം അംഗീകരിക്കാൻ അവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം അല്ലാത്ത ആളുകളെ ദ്രോഹിക്കാനോ ശല്യം ചെയ്യാനോ ഒരാളെയും അനുവദിച്ചിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു മഹത്വം തന്നെ. നിങ്ങൾ കണ്ടില്ലേ, അയൽവാസി അവന്റെ മനസ്സിൽ എപ്പോഴും അയാൾ ഒരു മുസ്ലിമാണ്, അയാൾ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്ന് വിശ്വാസം ആർജിക്കാൻ കഴിയാത്ത കാലത്തോളം നീ സത്യവിശ്വാസിയാവൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്ന് മറ്റുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള സത്യസന്ധമായ വളരെ സഹനത്തോടുകൂടിയുള്ള ജീവിതമായിരിക്കും. മനുഷ്യന് സഹിക്കാൻ കഴിയണം. നമ്മളെ സ്വന്തം കാര്യത്തിൽ എത്രയും സഹിക്കാൻ നമ്മൾ പലരും സന്നദ്ധരാകും. വേറൊരാൾക്ക് വേണ്ടി സഹിക്കാൻ വളരെ മടിയാണ് സ്വാഭാവികമായും ജനങ്ങൾ. നിങ്ങളെങ്ങനെയാണെന്നോ ഞാനങ്ങനെ അല്ലാന്നോ അല്ല ഞാൻ പറയാം. സ്വാഭാവികമായും മനുഷ്യരങ്ങനെയാണ്. മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കാൻ വലിയ പ്രയാസം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബസ് വരുന്നു, ആ ബസ്സിന് കൈ കാണിക്കുന്നു, നിർത്തുന്നു. നമ്മളെല്ലാവരും മനസ്സിൽ എനിക്ക് സീറ്റ് കിട്ടണമെന്നുണ്ട്, മറ്റേക്ക് കിട്ടണമെന്നുണ്ടാവും. എനിക്ക് സീറ്റ് കിട്ടണം. നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മൾ ആ സീറ്റിൽ ഇരുന്ന്. അപ്പൊ കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു സ്ത്രീ കയറി, അവൾക്ക് ആ കുട്ടിയും കൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ആ കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് വേണ്ടി, ആ പ്രായമുള്ള വ്യക്തിക്ക് വേണ്ടി നമുക്ക് നിൽക്കാൻ സാധിക്കണം. നമ്മൾ എഴുന്നേറ്റ് അവർക്ക് സീറ്റ് കൊടുക്കണം. പിന്നെ പ്രായമുള്ള ആള് നമുക്ക് നല്ല പരിചയമുണ്ട്, നമ്മളെ ബാപ്പാന്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ടുള്ള യാത്ര തിരിഞ്ഞു നോക്കിയിട്ടാക്കാം. കാരണം അയാളെ മുഖത്ത് നോക്കിയാൽ പിന്നെ എണീച്ചു കൊടുക്കും. അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് യാത്ര. ഈ രൂപത്തിലുള്ള സങ്കുചിത മനസ്ഥിതി, ആ രൂപത്തിലുള്ള കുടുങ്ങിയ ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. വിശാലമായ മനസ്സ്, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ ബിസ്തറാ അബിത്തദാ. വിശാല മനസ്സുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വിൽക്കുമ്പോൾ, അവിസ്തറാ വാങ്ങുമ്പോൾ, അവിഖ്തദാ അവകാശം ചോദിച്ച് അവകാശം നേടിയെടുക്കുമ്പോൾ. അവിടെ എല്ലാം വിശാല മനസ്സ്. സാധനത്തിന് എത്ര വില? 1100. 1100 തരണോ? ആ മറ്റേ എന്നാ ഒരു 50 രൂപ കുറച്ചു കൊടുത്തേ. വിൽക്കുന്ന ആള് വിശാല മനസ്സ് കാണിക്കാൻ 100 രൂപ കുറച്ചു കൊടുത്തേ. അതേപോലെ വാങ്ങുന്ന ഒരാള് അത് ഒരു 5 പൈസ കുറയാൻ പറ്റൂല, അതിന് നല്ല വില. ആ എന്നാ ആയിക്കോട്ടെ, അധികം പേരില്ല. അതൊരു വിശാല മനസ്സാണ്. വിശാല മനസ്സ്. അല്ലെങ്കിൽ അവകാശം ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ്
അല്പം സംസാരം മൂർച്ഛിച്ചതാണ്. വിഷയം എന്താണ്? ഒരാൾ മറ്റൊരാൾക്ക് ഒരു സംഖ്യ കൊടുക്കാനുണ്ട്, ഇപ്പൊ തന്നെ കൊടുക്കണം എന്നാവശ്യം. ഇപ്പൊ തന്നെ കൊടുക്കാൻ, തീർത്തും കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, ഒന്ന് കഅബ് റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് ഇബ്നു അബീ റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കാരണം ആ നേതാവിന്റെ ഒരു വലിയ പ്രത്യേകത, ലോകത്ത് അങ്ങനെ ഒരു നേതാവിനെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്ത് ഒരാൾ ജനിച്ച് ജീവിച്ച് അങ്ങനെ ഒരു 63 വർഷം ഈ ലോകത്ത് ജീവിച്ച് വിട പറയും. ആ വ്യക്തിയുടെ ചരിത്രം എത്രത്തോളം, അവിടുത്തെ തള്ളവിരൽ ചൂണ്ടൻ വിരലിന്റെ മധ്യത്തിൽ ഒരു ദിവസം വെച്ചാൽ അതടക്കം റിക്കാർഡാണ്. അങ്ങനെയുണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരാൾ ജീവിതം മുഴുക്കേ റിക്കാർഡുള്ള ഒരു വ്യക്തി. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അവിടുന്ന് ഏത് കാലിന് ആദ്യം ചെരുപ്പ് ധരിച്ചു? വലത്തെ കാലിൽ. പിന്നെ ഏത് കാലിൽ? പിന്നെ ഇടത്തെ കാലിൽ. ചെരുപ്പൂരുമ്പോൾ ഏത് കാലിലെ ചെരുപ്പൂരി വെച്ചു? ഇടത്തെ കാലിൽ, പിന്നെ വലത്തെ കാലിൽ. കുപ്പായം ധരിക്കുമ്പോ ആദ്യം വലത്ത് ഭാഗത്ത്, പിന്നെ ഇടത്ത് ഭാഗത്ത്. മുസ്ലിമീങ്ങൾ തുണി എടുക്കുമ്പോ പഴയ കാലത്ത് ഞങ്ങൾ നാട്ടിൽ തോന്നും മാപ്പിളാർ ഇടത്തോട്ടാ തുണി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വലതു ഭാഗം ആദ്യം മറിച്ചാൽ അവസാനം ഇടത് ഭാഗം ആണ് ഇടത്തോട്ട് തുണിക്കാരൻ. വലതു ഭാഗത്തേക്ക് ആദ്യം മറക്കുന്നു, പിന്നെ ഇടത്തോട്ട് അവസാനം. അപ്പോ എങ്ങനെ തുണി കൊടുക്കണം, എങ്ങനെ കുപ്പായം ധരിക്കണം, എങ്ങനെ തലപ്പാവ് ധരിക്കണം, എങ്ങനെ ചെരുപ്പ് ധരിക്കണം, എങ്ങനെ മുടി ചെയ്യണം, എങ്ങനെ നഖം മുറിക്കണം, ഇങ്ങനെ തുടങ്ങി ഒരു വിഷയവും ബാക്കിയില്ല. അവിടുത്തെ ജീവിതത്തിൽ നടന്ന എല്ലാ വിഷയങ്ങളും റിക്കാർഡാണ്. അതും ഏത് കാലത്ത്? റഡാറിന്റെയോ ക്യാമറയുടെയോ കമ്പ്യൂട്ടറിന്റെയോ അച്ചടി വിദ്യകളുടെയോ ഒന്നും കാലമല്ല. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാറ്ററി പോലും കണ്ടുപിടിക്കാത്ത കാലത്ത്, ഒരു ബോൾ പെന്ന് പോലും ഇല്ലാത്ത കാലത്ത്, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തി, അതേ തുല്യതയില്ലാത്ത വ്യക്തി, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസിബി ദഅമദഅത്ഹു النصارى في نبيهم واحكم بما شئت مدحا فيه وحتكيمي. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തിലേക്കോ. മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ഗസ്നവി റളിയല്ലാഹു തആല അൻഹു ബുർദ ബൈത്തൊന്ന് ചൊല്ലി, കുറെ ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാനാണ് ആ ബുർദ ബൈത്ത് ചൊല്ലിയത്. ആ ബുർദ ബൈത്തിലെ നഅം സറാതൈഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹബ്ബു യഅതരിമുൽ ലദാതി ബിൽ അലമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ പദ്യം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മറ്റ് ദിക്റുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധ്യതയുണ്ടെന്ന് അല്ലാമാ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയുടെ ശറഹിൽ രേഖപ്പെടുത്തിയത് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു കിടന്ന ഒരാളാണ്. ഇമാം ബൂസിരി പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദയിൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരലലായി മറ്റൊരാളില്ല, ഒരു വിഷയത്തിലും തുല്യനായി വേറെ ഒരു നേതാവില്ല.
നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്ന് എത്ര വലിയ ശാസ്ത്രീയ യുഗമാണ്, എത്ര സൗകര്യമുള്ള കാലമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 10 കൊല്ലത്തിലെടുത്ത് എത്ര സൗകര്യം വർദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു 10 കൊല്ലം മുമ്പൊക്കെ സിറാജുൽ ഹുദന്റെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ഏതെങ്കിലും അറബിക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടണമെങ്കിൽ എന്താണ് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇവിടുന്ന് തന്നെ അത് പ്രിന്റ് എടുത്ത് എന്നിട്ട് പിന്നെ എയർപോർട്ടിലോളം കാറും എടുത്ത് പോയിട്ട് ചിലപ്പോൾ കൊടുത്തേക്കാം. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ 10 മിനിറ്റിന്റെ ഫോട്ടോ ദുബായിലെത്തും. അങ്ങനെയാണ്. അങ്ങനെ എത്രയേ പുരോഗമിച്ചു പോയി. എന്നിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല, അതിനേക്കാളും വലിയൊരാള്, ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റിക്കാർഡുള്ള നേതാവ്, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനുണ്ടോ, രാഷ്ട്രത്തലവനുണ്ടോ, പണ്ഡിതനുണ്ടോ, ധനികനുണ്ടോ, ആരുണ്ട് ഇവിടെ? ജീവിതം മുഴുക്കെ റിക്കാർഡുള്ള ഒരാള്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്ന് രാവിലെ ശറഫുൽ അനാം മൗലിദ് ഓതുന്നു. ആ ശറഫുൽ അനാം മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുമ്പോ റാഫിഅൻ ബസറഹു ഇല സമാ, കണ്ണ് മേൽപോട്ട് ഉയർത്തി അവിടുന്ന് ഭൂമിയിലേക്ക് ജനിച്ചു. ജനിക്കുമ്പോ എങ്ങനെ ഇറങ്ങി വന്നതെന്ന് വരെ റിക്കാർഡ്. അങ്ങനെ റിക്കാർഡുള്ള ഒരു നേതാവ് ലോകത്താർക്കെങ്കിലും പറയാൻ. സുബ്ഹാനല്ലാഹ്. എന്നോട് നാളെ നിങ്ങൾ വാപ്പാന്റെ പേരെന്താ? ഞാൻ കുഞ്ഞപ്പ ഹാജി. വാപ്പാന്റെ അപ്പാന്റെ ആയിരുന്നു കുഞ്ഞമ്പത്. അതിന്റെ അപ്പുറം അയാൾ ചോദിക്കാത്തോണ്ട് ഞാൻ സലാമത്ത. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതേ സമയത്ത് എന്നോട്, അല്ലെങ്കിൽ എന്റെ മകനോട്, അല്ലെങ്കിൽ എന്റെ മകളോട്, അല്ലെങ്കിൽ നിങ്ങളോട്, അല്ലെ നിങ്ങളെ മക്കളോട് ചോദിച്ചാൽ, ഉറക്കിൽ വിളിച്ച് ചോദിച്ചാൽ 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ മഹോന്നതനായ നേതാവിന്റെ പേരും ബാപ്പയുടെ പേരും ഉപ്പാപ്പന്റെ പേരും അങ്ങനെ 20 ബാപ്പമാരുടെ പേര് കാണാതെ പറയാൻ, മനപ്പാടം പറയാൻ കോടിക്കണക്കിന് അനുയായികളുള്ള ഒരു നേതാവ് വേറെ ആരുണ്ട് സുഹൃത്തുക്കളെ? അല്ലേ ആ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്തുള്ള സംഭവങ്ങൾ, യുവത്വത്തിലുള്ള സംഭവങ്ങൾ, അതിനുശേഷമുള്ള സംഭവങ്ങൾ എല്ലാം റിക്കാർഡാണ്. അതും വെറുതെ ഐതിഹ്യങ്ങളല്ല, കേട്ട് കേൾവികളല്ല, മറിച്ച് വ്യക്തമായി ഇന്നാട് കണ്ടോ, ഇന്നാളോട് പറഞ്ഞോ, ഇന്നാട് കേട്ടോ, ഇങ്ങനെ കൃത്യമായ റിക്കാർഡാണ്. ഞാൻ ഓർക്കുകയാണ്, ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയിൽ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ ഏകദേശം 100 വയസ്സുള്ള ഒരു പണ്ഡിതൻ വന്നു. അദ്ദേഹം മുഹമ്മദ് യാസീൻ അൽ ഫാദാനി റഹ്മഹുല്ലാഹ്. അദ്ദേഹം മക്കയിലെ വലിയ ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. ഞാൻ അവിടുന്ന് ബിരുദമെടുക്കുന്ന വർഷമാണ് അദ്ദേഹം വന്നത്. എനിക്ക് അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റ് തന്നത്. ആ വന്ന വരവിൽ അദ്ദേഹം ഞങ്ങളെ കുട്ടികളെ ഇരുത്തിയിട്ട് ഞങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തന്നു. ആദ്യം തന്നെ ആ ഹദീസിന്റെ പ്രത്യേകത, നബിവചനങ്ങളിൽ പല വിധത്തിലുള്ള നബിവചനങ്ങളുണ്ട്. അതിൽ പ്രത്യേകമായ ചില രൂപത്തിൽ പറഞ്ഞു കൊടുത്തതുണ്ട്. അതിൽ ഒന്നാണ് തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസുണ്ട്. അതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തതുണ്ട്. അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതുണ്ട്. അറഫ മൈതാനിൽ നിന്ന് കേട്ട ശിഷ്യൻ തന്റെ ശിഷ്യനും അറഫ മൈതാനിയിൽ വെച്ച് തന്നെ അത് പറഞ്ഞു കൊടുത്തു. ആ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യനും അറഫയിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ പാവപ്പെട്ട ഞാൻ അറഫയിലെത്തിയപ്പോ എന്റെ വന്ദ്യരായ ഗുരു മഹാനായ കാന്തപുരം ഉസ്താദ് എനിക്ക് അറഫയിൽ നിന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഉസ്താദ് മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അറഫയിൽ നിന്ന് തന്നെയാണ് ആ ഹദീസ് ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടുള്ളത്. അതിനെ അൽ മുസൽസലത്ത് ബി അറഫ എന്ന് പറയും. ഇതുപോലെ ആദ്യമായ ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യൻ കേൾക്കുന്ന ഹദീസ് അതിനെ അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ എന്ന് പറയും. ആദ്യമായി കേൾക്കുന്നു എന്ന നിലക്ക് കണ്ണിയായി വന്ന ഹദീസ് മഹാനായ മുഹമ്മദ് യാസീൻ അൽ ഫാദാനി മക്കയിൽ നിന്ന് വന്നപ്പോ ഞങ്ങളെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് വിട്ട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു തന്നൊരു ഹദീസ്, ഇർഹമൂ അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ.
ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കാരുണ്യം ചെയ്യുന്ന ആളുകൾ, കാരുണ്യം ചെയ്യുന്നവർ, അത് ഇന്ന ആൾക്ക് എന്നില്ല, ഇന്ന വ്യക്തിക്ക് എന്നില്ല, ഇന്ന ജീവിക്ക് എന്നില്ല. കാരുണ്യം ചെയ്യുന്നവർ യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. ഏറ്റവും വിശാലമായ കാരുണ്യമുള്ളവനാണ്. ആകാശഭൂമികളെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്. അവന്റെ കാരുണ്യം പറയണോ? ഞാൻ എന്റെ പെന്ന് നിങ്ങൾക്ക് എഴുതാൻ തന്നാൽ, ആ പെന്ന് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതിയാൽ, ഞാൻ ഉടനെ തന്നെ എന്റെ പെന്ന് തിരിച്ചു ചോദിക്കൂലേ? അതാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തു തന്നാൽ, അത് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ഉപയോഗിച്ചാൽ, ഞാൻ ഉടനെ തന്നെ അത് തിരിച്ചു ചോദിക്കൂലേ? എന്നാൽ ലോകത്തിന്റെ സത്താവായ അല്ലാഹു തആല നമുക്ക് കണ്ണ് തന്നു. ആ കണ്ണുകൊണ്ട് നിങ്ങൾ അന്യ സ്ത്രീയിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞു. അന്യ സ്ത്രീകളോട്, അന്യപുരുഷന്മാരിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞു. വികാരത്തോടെയാണെങ്കിൽ തീരെ പാടില്ലെന്ന് പറഞ്ഞു. കൈകൊണ്ട് മറ്റൊരാളെ ആക്രമിക്കരുതെന്ന് പറഞ്ഞു. വയറ്റിൽ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. നാവുകൊണ്ട് കള്ളം പറയരുതെന്ന് പറഞ്ഞു. ആരെയും വഞ്ചിക്കരുതെന്ന് പറഞ്ഞു. വാക്ക് ലംഘിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെയൊന്നും മതവ്യത്യാസമില്ല. മുസ്ലിമിനോടും കളവ് പറയരുത്, അമുസ്ലിമിനോടും കളവ് പറയരുത്. മുസ്ലിമിനെയും വഞ്ചിക്കരുത്, അമുസ്ലിമിനെയും വഞ്ചിക്കരുത്. അതേ, ആരോടും വാക്ക് ലംഘിക്കരുത്, ആരോടും കരാറ് ലംഘിക്കരുത്, ആരെയും അവമതിക്കരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും ഇൻസൾട്ടാക്കരുത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ഹുമസത്തിൻ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ആ സൂറത്ത് മാത്രം ഞാൻ 3 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ സമയം പോരാ. കണ്ണടിച്ചുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട്, കൈകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട്, അതേ സ്വീപ്പാക്കി ചിരിക്കുന്നവരുണ്ട്, പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, ഇൻസൾട്ട് ആക്കുന്നവരുണ്ട്. അവർക്കാണ് സർവനാശവും എന്ന് ഖുർആൻ പറയുന്നു. ഒരാളെയും നിന്ദിച്ചുകൂടാ, പരിഹസിച്ചുകൂടാ, ചീത്ത പറഞ്ഞുകൂടാ. എല്ലാവരോടും കാരുണ്യം വേണം. പക്ഷേ തെറ്റായ കാര്യങ്ങൾ നാവുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം പരമകാരുണ്യം ചെയ്യുന്ന രാജാവായ അല്ലാഹ് അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ അവൻ വിരോധിച്ചതിലേക്ക് തിരിച്ച കണ്ണ് അവൻ പെട്ടെന്ന് പൊട്ടിച്ചു കളയുന്നില്ല. അവൻ വിരോധിച്ചതിലേക്ക് ഉപയോഗിച്ച കയ്യിന്റെ ശക്തി അവൻ പെട്ടെന്ന് തകർക്കുന്നില്ല. അവൻ വിരോധിച്ചത് കുടിച്ച വയറ്റിന് അവനതാ പെട്ടെന്ന് തന്നെ ആമാശയത്തിന് ക്യാൻസർ കൊടുക്കുന്നില്ല. അതേ, അവനതാ കൽപ്പിച്ചതിന് എതിരായി ഉപയോഗിച്ച അവയവങ്ങൾ അവൻ പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്നില്ല. പിന്നെയും പിന്നെയും തിരുത്താൻ സമയം കൊടുക്കുകയാണ്, നന്നാകാൻ അവസരം കൊടുക്കുകയാണ്, ഖേദിച്ച് മടങ്ങാൻ പിന്നെയും പിന്നെയും അവസരം കൊടുക്കുകയാണ്. അങ്ങനെ വല്ലാത്ത വിശാലമായ കാരുണ്യമുള്ള സൃഷ്ടാവായ അല്ലാഹ്. പടച്ചവനില്ലെന്ന് പറയുന്നവരുണ്ട്. അത് പറയുന്നവർക്കും സംസാരശേഷി കൊടുക്കുന്നവനാണ് പടച്ചവൻ. സുബ്ഹാനല്ലാഹ്. പടച്ചവനില്ലെന്ന് പറയുന്നവൻ അത് പറയാനുള്ള നാവ് കൊടുക്കുന്നവൻ. പടച്ചവനെ ചീത്ത പറയുന്നവൻ ആരോഗ്യം കൊടുക്കുന്നവൻ. പടച്ചവനില്ലെന്ന് പറയുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ. പടച്ചവനെ തള്ളിപ്പറയുന്നവനും പടച്ചവന് കൂറുകാരുണ്ടെന്ന് പറയുന്നവനും പടച്ചവന് തുല്യനുണ്ടെന്ന് പറയുന്നവരും അതൊന്നും ആ രാജാവ് ഇഷ്ടപ്പെടുന്ന വാക്കുകളല്ല. പക്ഷേ ആ രാജാവ് അതിന്റെ പേരിലൊന്നും പെട്ടെന്ന് നടപടി സ്വീകരിക്കുന്നില്ല. ആ വിശാലമായ കാരുണ്യമുള്ള രാജാവ് അതാണ് യർഹമുഹുർ റഹ്മാൻ. മക്കളെ, ആ കസേരൊക്കെ എടുത്തിങ്ങോട്ട് പോരി. ഇവിടെ എങ്ങനെ പിടിച്ച് നിങ്ങളൊക്കെ ഒന്ന് കാണാലോ. അവിടെ ഈ ലൈറ്റുള്ള കൊണ്ട് നിങ്ങൾ കാണുക. ലൈറ്റിൽ ഇവിടെ മുന്നോട്ട്
കുറെ കുട്ടികൾ ഇങ്ങോട്ട് പോരും. ഇവിടെ ഈ താഴെ കുറച്ച് വലിയ കുട്ടികൾ ഇങ്ങോട്ട് താഴോട്ട് താലിമീക്കൊക്കെ അള്ളാഹുവിന്റെ ബർക്കത്ത് എല്ലാ കുട്ടികളും ഇങ്ങോട്ട് താഴെ. അവിടെ താഴെ കുറെ കുട്ടികൾ കസേരണ്ട്. ആ കസേര ഒന്നും കിട്ടിയില്ല. അധികം എടുത്തിരുന്ന് പോകരുത്. കുറച്ച് ബേക്കോട്ട് ഇരുന്ന് അധികം എടുക്കണ്ട. ഓ സുഹൃത്തുക്കളെ, ലോകത്ത് മുഴുവനും കാരുണ്യം ചരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബ് അല്ലാഹു തആല കാരുണ്യം ചെയ്യും. മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവർക്ക് റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യും. ഇർഹമൂ മൻ ഫിൽ അർദ് ഇർഹമുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് മാത്രം നിങ്ങൾ കാരുണ്യം ചെയ്യണം എന്നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം. ഭൂമിയിലുള്ളവർ അതിൽ പെടാത്ത ഒരു മതക്കാരനുമില്ല, ഒരു ഇസക്കാരനുമില്ല, ഒരു ജീവിയുമില്ല. ജീവിയെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ ആട്ടിനെ അറക്കുമ്പോ, പോത്തിനെ അറക്കുമ്പോ, നിങ്ങൾ കോഴിയെ അറക്കുമ്പോ നിങ്ങൾ കത്തിക്ക് നല്ല മൂർച്ചം കൂട്ടും. കാരണം അതിന് അനാവശ്യമായ വേദനിപ്പിക്കരുത്. വേഗം അറവ് നടക്കണം. അതിനെ കൂടുതൽ വേദനിപ്പിക്കരുത്. അറക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം അതും കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഒരു ദിവസം ചത്തുപോകും, ഏതായാലും ഒരു ദിവസം കോഴി ചത്തുപോകും, ഏതായാലും ഒരു ദിവസം പശു ചത്തുപോകും, ഏതായാലും ഒരു ദിവസം പോത്ത് ചത്തുപോകും, ഏതായാലും ഒരു ദിവസം ആട് ചത്തുപോകും. അത് പിന്നെ ഒരു ഉപകാരത്തിലായിക്കോട്ടെ, എന്തായാലും ചത്തുപോകും, ചാകാതിരിക്കുക. ഇനി അതിനെ അറക്കാതെ ഒരു ആട്ടിനെ ഇങ്ങനെ അറക്കാണ്ട് വെച്ച് ഇങ്ങനെ വയസ്സായി പിന്നെ കുറെ ദിവസം നരകിക്കേണ്ടി വരും. അതിന്റെ ജീവിതത്തിൽ നരകിക്കേണ്ടി വരും ചിലപ്പോ. ആരാപ്പം കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്താൽ തന്നെ ആർക്കാ ശുശ്രൂഷിക്കാൻ കഴിയാം? എങ്ങനെയാ മരുന്ന് കുടിക്കുക? അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ പോലെ ശുശ്രൂഷിക്കാൻ വരെ പ്രയാസമുള്ള ഒരു ജീവിയാണ്. അപ്പൊ ആ ജീവി കുറെ കാലം നരകിച്ച് ചാകുന്നതിനേക്കാൾ സുഖം അതെന്തായാലും ഒരു ദിവസം ചാകണം. അത് പിന്നെ മനുഷ്യന്മാർക്ക് ഉപകാരത്തിലായിക്കോട്ടെ. അതിന്റെ ജീവിതം അങ്ങനെയാണല്ലോ. ജീവിതത്തിൽ മനുഷ്യന്മാർക്ക് ഉപകാരത്തിൽ തന്നെയാണല്ലോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ പശുവിന്റെ പാല് കുട്ടി പോയിട്ട് കുടിക്കുകയാണ്, സ്വന്തം കുട്ടി. അത് കുടിക്കുമ്പല്ലേ നമ്മുടെ അബൂബക്കർക്കയും നമ്മുടെ നാരായണനും നമ്മുടെ ജോസഫും എല്ലാരും കുട്ടീനെ പിടിച്ച് ഒരു കയറുകൊണ്ട് പിടിച്ച് മാറ്റി, എന്നിട്ട് ആ പശുവിന്റെ പാല് മൂപ്പര പാത്രത്തിൽ കറന്നെടുത്ത് എന്നിട്ട് കൊണ്ടുപോയിട്ട് അബൂബക്കർക്കാന്റെ മോക്ക്, നാരായണന്റെ മോന്, ജോസഫിന്റെ മകൾക്ക് കൊടുക്കുന്നത്. സ്വന്തം കുട്ടി കുടിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചു, നമ്മളെ കുട്ടി ഭാര്യനെ മുല കുടിക്കുമ്പോ വേറൊരാൾ വന്നിട്ട്, ഒരു പോത്ത് വന്നിട്ട് പിടിച്ചു മാറ്റി, എന്നിട്ടെങ്ങാനും പോത്തിന്റെ കുട്ടിക്ക് നമ്മളെ ഭാര്യന്റെ മുലപ്പാലക്കാൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ ഹാല് അല്ലേ? ഇനി ഏതെങ്കിലും ഒരു പശു അങ്ങനെ ചെയ്യുമ്പോ കറക്കാമെന്ന മനുഷ്യനെ കാലുകൊണ്ട് ചവിട്ട് കൊടുത്തിട്ട് പാത്രം അങ്ങ് തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം പശുവിന്റെ കുറ്റം പറയും. ചവിട്ടുന്ന വാസ്തവത്തിൽ ചവിട്ടിയാ മതിയോ? ചവിട്ടുന്ന പശു എല്ലാവരും കുറ്റം പറയും പശുവിനെ, ഇല്ലേ? അപ്പോഴെന്തുകൊണ്ടാണ്? പശുവിന്റെ പാലും പശുവിനെയും മനുഷ്യന് വേണ്ടി പറക്കപ്പെട്ടതാണ്, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ആ ജീവികള് വലിയ ഉപകാരം ചെയ്യുന്ന ജീവികൾ. മനുഷ്യന് ഉപകാരം ചെയ്യാന്നുള്ളത് വലിയൊരു നേട്ടമുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാരുടെ കൂടുതൽ ഏറ്റവും ബഹുമാനമുള്ളവൻ അൻഫഉൻ ലിന്നാസ്, മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവൻ. മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് മനുഷ്യന്മാർക്ക് ശ്രേഷ്ഠനായ മനുഷ്യൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ശല്യം ചെയ്യുന്നവനല്ല. ശല്യം ചെയ്യുന്ന ജീവികളുണ്ട്, കരിങ്കണ്ണി, തേള്, പാമ്പ്, അങ്ങനെ കുറെ ജീവികളുണ്ട്. അങ്ങനെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആ സ്വഭാവമുള്ള ആൾക്കാർ അള്ളാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എപ്പോ നോക്കിയാലും ശല്യം ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പശു, ആട്, ഒട്ടകം തുടങ്ങിയ ജീവികള് അതിന്റെ തോലും അതിന്റെ എല്ലും അതിന്റെ മാംസവും അതിന്റെ പാലും എല്ലാം സംഭാവനയാണ്. എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരം. അതല്ലേ ഏറ്റവും നല്ല ശൈലി. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അർക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അവന് വെറുതെ എന്തായാലും ചാകുന്ന സമയത്ത് വല്ലാതെ വേദനിക്കും, അതൊരു ഉപകാരത്തിലായിക്കോട്ടെ. അതുകൊണ്ട് മനുഷ്യന് ഭക്ഷണമായിട്ട് അല്ലാഹു തആല ധാരാളം ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രയെ സൃഷ്ടിച്ചത്! കടലിലെ മീന് എത്രയാണ് പഠിച്ചവനെ! അതിനെ മനുഷ്യൻ പിടിച്ചിട്ട് കടലിലും പുഴയിലൊക്കെ ഉള്ള മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് എങ്ങനെ പിടക്കുമ്പോ മനുഷ്യർക്ക് ഒരു വിഷമമില്ല. എങ്ങനെ പിടക്കുമ്പോ ഒരു വിഷമവും ഇല്ല മനുഷ്യൻ. അതിന്റെ നല്ല മീൻ കിട്ടാൻ വേണ്ടി വരക്കണമെന്നാ പറയുന്നത്.
അല്ലേ? കടൽ തൊഴിലാളികൾ മീൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്നാ പറയുന്നത്. ഒരു വിഷമമില്ല. എന്താ കാരണം? അതേ ആ മത്സ്യത്തെ മനുഷ്യന് വേണ്ടി പഠിച്ചാണ് അല്ലാഹു തആല. ലോകത്തുള്ള എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യന് വേണ്ടിയാണ് എല്ലാം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോഴി സുബ്ഹാനല്ലാഹ് അത് മുട്ടയിടാൻ നോക്കുമ്പോൾ കുറെ ദിവസം നന്നായിട്ട് ദിക്റിയൽ. അങ്ങനെയാണ് മുട്ടയിടുന്ന കോഴി കുറെ ദിക്റിയൽ. എങ്ങനെ ദിക്റിയല്ലെന്ന് നമുക്ക് ഇങ്ങനെ കേൾക്കാം. സ്ത്രീകൾക്ക് അത് പാഠമാണ്. ഗർഭിണികൾ ധാരാളം ദിക്റിയല്ലോ എന്നതിന് പാഠമാണ്. ഗർഭിണികൾ ധാരാളം അല്ലാഹുവിനെ ഓർക്കണം, ദിക്റ് ചൊല്ലണം എന്നത് കോഴിന്റെ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. ധാരാളം ദിക്റ്. മുട്ടയിടാൻ നോക്കുന്ന കോഴി കുറെ ദിക്റുകൾ. ആ കോഴി അവസാനം അത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? മൂപ്പര് കഴിഞ്ഞിട്ട് പോയി. സുബ്ഹാനല്ലാഹ്, നമ്മൾ പോയിട്ട് ആ മുട്ട എടുത്ത് അത് പുഴുങ്ങി നമ്മൾ ഒരു കഷ്ടം പോലും പോയി കൊടുത്തില്ല. അല്ലേ? അത് തെറ്റാണെന്ന് ഒരാളും പറഞ്ഞ. കാരണം ഈ കോഴിയും മുട്ടയൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാ അല്ലാഹു തആല പഠിച്ചത്. എല്ലാം മനുഷ്യന് വേണ്ടി പഠിച്ച. അതുകൊണ്ട് മനുഷ്യന് വേണ്ടിയുള്ള വസ്തുക്കളായതുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കുന്നതോ അവകളെ അറുത്തു തിന്നുന്നതോ തെറ്റാണെന്ന് ലോകസട്ടാവ് പറഞ്ഞേച്ച അല്ലാഹുവിന്റെ പ്രതിനിധിയായ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതേ സമയത്ത് നിങ്ങൾ ഒരു കോഴിയെ അറുക്കുമ്പോഴും കത്തിക്ക് നല്ല മൂർച്ഛം വേണം. ഒന്നിനെ അറുക്കുന്നത് മറ്റൊന്നിന്റെ മുമ്പിൽ വെച്ചാകണ്ട. അതിനെ ഭയപ്പെടുത്തണ്ട, അതിനെ പീഡിപ്പിക്കണ്ട, അതിനെ കെട്ടിയിട്ട് വിഷമിപ്പിക്കണ്ട. സുബ്ഹാനല്ലാഹ്, പൂച്ചയെ കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാത്ത ഒരു സ്ത്രീ നരകത്തിൽ കടന്നുകൊണ്ട്. പൂച്ച വാസ്തവത്തിൽ പൂച്ച നമുക്ക് ഉപകാരത്തിന് വേണ്ടിയാണ്. പക്ഷെ പൂച്ച മാംസം കൊണ്ടല്ല ഉപകാരം. ഓരോരുത്തർക്ക് ഓരോ ഉപകാരം. ഇപ്പൊ എനിക്കിപ്പോ സംഭാവന വേണ്ടി, സംഭാവന കൊണ്ടൊന്നും ഉപകാരം ചെയ്യാൻ കഴിയില്ല. എനിക്കറിയുന്ന കുറച്ച് പറഞ്ഞു തരാം. സംഭാവന ഉപകാരം ചെയ്യാൻ കഴിയായിരിക്കാണ് കച്ചവടക്കാർക്ക്, ബിസിനസ്സുകാർ. അവര് സംഭാവന കൊടുക്കുക, പൈസ കൊടുക്കുക. മൂല്യന്മാരും ഇൽമു അറിയാം. ആരോഗ്യമുള്ളവര് ആരോഗ്യ കസേരയിൽ എടുത്തു വെക്കുക, മേശയെല്ലാം പിടിച്ചു വെക്കുക. ഓരോരുത്തരെ കഴിവനുസരിച്ചല്ലേ ഉപകാരം ചെയ്യാൻ. അപ്പോ ഓരോരുത്തരും ഓരോ ഉപകാരങ്ങളാണ് ചെയ്യാൻ. അപ്പൊ മനുഷ്യൻ ഉപകാരം ചെയ്യുന്നവനാണ്. എല്ലാ ജീവികളും ഉപകാരത്തിന്. പൂച്ച അതിന്റെ ഉപകാരം ചെയ്യും. പൂച്ച വലിയ ഉപകാരം ചെയ്ത ജീവിയാണ്. പൂച്ചയുടെ ഏറ്റവും വലിയ ഉപകാരം ക്ലീനിങ് ആണ്. നമ്മള് മത്തി അയിലൊക്കെ മുറിച്ചിട്ട് തലയും വാലൊക്കെ വലിച്ചെറിഞ്ഞു അതൊക്കെ പൂച്ച ഫുള്ളായിട്ട് നമ്മളെ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ പോലെ മുഴുവൻ മൂപ്പർ ഉള്ളിലാക്കി. അതുകൊണ്ട് അതിന്റെ നാട്ടിൽ കഴിക്കുന്നത്. ഇതുപോലെ തന്നെ നായകളെ കൊടുത്ത് പല സൈസും ഉണ്ട്. പോലീസ് നായകൾ, സുബ്ഹാനല്ലാഹ്, അത് ചിലപ്പോ കേസ് തെളിയിക്കാനൊക്കെ അതിന് അല്ലാഹു തആല കഴിവ് കൊടുത്തു. അതങ്ങനെ ഒരു ഉപകാരം. വേറെ ചില നായ കാവൽ നിൽക്കുന്ന നായ, വേറെ ചില നായ മുഅല്ലമായ നായ. മുഅല്ലിമല്ല, മുഅല്ലം. മുഅല്ലം എന്ന് പറഞ്ഞാൽ വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. അതിന് വലിയ ബഹുമാനം. വേട്ട പഠിപ്പിക്കപ്പെട്ട നായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മളങ്ങോട്ട് പറഞ്ഞേച്ചു. അത് പോയിട്ട് വേട്ടമൃഗത്തിനെ പിടിച്ചുകൊണ്ടുവന്നു. വരുന്ന സമയത്ത് ആ വേട്ടമൃഗം ചത്തുപോയി. എന്നാലും നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല. കാരണം അത് വിവരമുള്ള നായാണ്. അതേ സമയത്ത് വിവരമില്ലാത്ത നായ പോയിട്ട് കാര്യമില്ല. വിവരണ്ടായ നായക്കും ബഹുമാനം. ഏത് നായക്കും വിവരമുണ്ടെങ്കിൽ ബഹുമാനം. അപ്പോ ആ നായ പിടിച്ചുകൊണ്ടുവന്ന് തിന്നാൻ പറ്റും. അതേ സമയത്ത് അല്ലാത്ത ഒരു സാധാരണ ഓർഡിനറി നായ പോയി പിടിച്ചുകൊണ്ട് നമുക്ക് തിന്നാൻ പറ്റും. അവിടെയും ഇസ്ലാമിന്റെ നിയമമുണ്ട്. ആ നായ പിടിച്ചുകൊണ്ടുവരുന്ന വസ്തു നായ തന്നെ കുറെ തിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് തിന്നാൻ പറ്റില്ല. കാരണം അത് അതിന്റെ ആവശ്യത്തിന് പിടിച്ചാൽ നമ്മളൊക്കെ വേണ്ടി പിടിച്ചാലെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടല്ല മൂപ്പരായാലും തിന്നത്. അല്ലെ പിടിച്ച് നമുക്ക് കൊണ്ടുത്തരും, നമുക്ക് വേണ്ടി പിടിച്ചാണെങ്കിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ തിന്നണ്ടാന്ന്. അത് തിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നതിന് കുഴപ്പമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ നായകൾ, തെരുവുനായ സുബ്ഹാനല്ലാഹ്, തെരുവുനായനെ പറ്റി, തെരുവുനായനെ കൊണ്ട് വല്ലാത്ത ശല്യമാകുമ്പോ കൊല്ലലുണ്ടായിന്. ഇപ്പൊ കൊല്ലാനും പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകം. സ്വന്തം മക്കളെ വാപ്പാക്ക് അടിച്ചുകൂടാ, സ്വന്തം മക്കളെ വാപ്പാക്ക് ശകാരിച്ചുകൂടാ, ഉമ്മാക്ക് ശകാരിച്ചു, വാപ്പാന്റെ ഒരു കേസ് കൊടുത്താൽ വാപ്പ കൊടുക്കും. അങ്ങനത്തെ ഒരു കാലാണ്. തെരുവുനായനെ കൊല്ലാൻ ബുദ്ധിമുട്ടായി. പക്ഷെ തെരുവുനായനെ എല്ലാത്തിനും കൊല്ലേണ്ട ആവശ്യമില്ല. കടിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ കൊല്ലൽ ആവശ്യമായി വരും. മനുഷ്യര് ശല്യം ചെയ്യുമ്പോ കൊല്ലേണ്ടി വരും. അതേ സമയത്ത് ആ തെരുവുനായയും ക്ലീനിങ്ങിന്റെ ജോലി എടുക്കുന്നുണ്ട്. ആ ക്ലീനിങ്ങിന്റെ ജോലി തന്നെ വലിയ ജോലിയാ. പ്രധാനമന്ത്രി നമ്മളെ നാട്ടിൽ വന്നില്ല, പ്രശ്നമൊന്നുമില്ല. മുഖ്യമന്ത്രി വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് നമ്മളെ റോഡ് അടിച്ചു വരുന്ന ആള് 2 ആഴ്ച വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ടൗൺ അടിച്ചു വരുന്ന ആള് 2 ആഴ്ച ടൗണിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ടൗണിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോ ഈ അടിച്ചു വരുന്ന ആൾക്ക് വലിയ ബഹുമാനം. അടിച്ചു വരുന്ന ആൾ അയാളെ ഡ്യൂട്ടി എടുത്തില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അയാളെ എപ്പോഴും ഡ്യൂട്ടിയിൽ വേണം.
അപ്പൊ ആ ഡ്യൂട്ടിയിലുള്ളതാണ് തെരുവ് നായൊക്കെ. ഒരുപാട് ക്ലീനിങ് നമ്മൾ തിന്നിട്ട് കൊണ്ടുപോയിട്ട് എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ മൂപ്പരിങ്ങനെ വയറ്റിലാക്കിയത് കൊണ്ട് അത് നാറാതെ നമുക്ക് ജീവിക്കാൻ ക്ലീനിങ്ങിന്റെ ജോലിയാണ് അല്ലാഹു. അങ്ങനെ പല ജീവികളെയും അല്ലാഹു ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഉപകാരത്തിന് തന്നെയാണ്. എല്ലാ ജീവികളും ഉപകാരത്തിനാണ്. ആ ഉപകാരം ചെയ്യുന്ന ജീവികളാണെങ്കിലും അതേ അതിൽ അറുക്കപ്പെടാൻ പറ്റുന്ന ജീവികൾ, തിന്നപ്പെടാൻ പറ്റുന്ന ജീവികൾ, അതിനെ അറുക്കുമ്പോൾ നിങ്ങൾ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം. എന്തേ കാരണം? അതിനനാവശ്യമായി വേദനിക്കരുത്. എല്ലാ സ്ഥലത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം പഠിപ്പിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, അവിടുന്നാണ് പഠിപ്പിച്ചത്, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. കാരുണ്യം ചെയ്യുന്നവർക്ക് പരമകാരുണ്യം ചെയ്യുന്ന ലോകത്തിന്റെ സത്താവായ അല്ലാഹു കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം. യർഹംകും മൻ ഫിസ്സമാഇ, ആകാശത്തിൽ ആധിപത്യമുള്ള ലോകസത്താവ് നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിൽ താമസിക്കുന്ന മലക്കുകളും മഹാത്മാക്കളും നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും കാരുണ്യം പഠിപ്പിച്ച നേതാവ്, ആ നേതാവ് അതാ കഅബ് റളിയല്ലാഹു അൻഹും ഇബ്നു അബീ ഹദ്റത്ത് റളിയല്ലാഹു അൻഹും തമ്മിൽ അല്പം സംസാരം നടന്നത് കിട്ടാനുള്ള അവകാശം പൂർണ്ണമായി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ്. അപ്പോൾ തീർത്തും കൊടുക്കാനില്ല, അതാണ് സംസാരം നടന്നത്. അത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലിന്റെ മധ്യത്തിൽ മറ്റൊരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തതിന്റെ അർത്ഥം ശിഷ്യൻ മനസ്സിലാക്കി പകുതി വാങ്ങിയിട്ട് പകുതി വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതൊരു മസ്ലഹത്ത് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി. അത് വെറും കയ്യിന്റെ വിരലിൽ ചൂണ്ടിയതേ ഉള്ളൂ. അതിൽ നിന്ന് ശിഷ്യന്മാരത് മനസ്സിലാക്കി, അങ്ങനെ പകുതി വിട്ടുകൊടുത്തു. ഉടനെ തന്നെ അപ്പുറത്തുള്ള ആളോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ തന്നെ ആ പകുതി അങ്ങ് കൊടുക്കണം. അത് പിന്നേക്കൊക്കെ കൊടുക്കാനുള്ള പൈസ പകുതിയും തീർത്തിട്ട് അതും പിന്നെയും കടോ. അങ്ങനെയാക്കിയാൽ പറ്റില്ല. അത് മസ്ലഹത്ത് പറയുന്നത് നേതാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചതാ. മസ്ലഹത്ത് പറയാണ് 1 ലക്ഷം കിട്ടാനുള്ളതുകൊണ്ട് 50,000 വാങ്ങി തീർക്കുന്നത് 50,000 നേരത്തെ എല്ലാം കൊടുക്കണം. അങ്ങനെയാ മസ്ലഹത്ത് പറയേണ്ടത് എന്ന് നേതാക്കന്മാർക്ക്, മസ്ലഹത്ത് പറയുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാഠം അതിലൂടെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ കൊടുക്കണോ? അൽഹംദുലില്ലാഹ്, പ്രശ്നം തീർന്നു. അങ്ങനെ അവിടുന്ന് കയ്യിന്റെ വിരലിന്റെ മേൽ ഒരു വിരലിന്റെ മേൽ മറ്റൊരു വിരൽ വെച്ചാൽ അതുവരെ റിക്കാർഡാണ്. 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു മഹാവ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന്റെ മുഴുവൻ ചരിത്രങ്ങളും സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയുമായി കുളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് ഒരു കോപ്പ കൊണ്ട് മുക്കി കുളിച്ചു എന്നത് വരെ അതെന്തിനാ റെക്കോർഡാക്കിയത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കണം. ആ സ്നേഹം അത് ഒരു സമയത്ത് മാത്രം പോരാ, എപ്പോഴും സ്നേഹം വേണം. സുബ്ഹാനല്ലാഹ്, വിരിപ്പിൽ കിടക്കുമ്പോൾ സ്നേഹമുണ്ട്, കുളിക്കുമ്പോൾ വെറുപ്പായി പോകരുത്. എപ്പോഴും സ്നേഹം നിലനിൽക്കണം. സ്വന്തം ഭാര്യ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഭക്ഷണം പാകം ചെയ്യുന്നതിൽ സഹായിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അതൊരു അഭിമാനത്തിന് കുറവുള്ള കാര്യമല്ല. സ്വന്തം ഭാര്യയെ അടുക്കള ജീവിതത്തിൽ സഹായിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും റിക്കാർഡാണ്. അങ്ങനെ ഒരു നേതാവിനെ, സർവചലനങ്ങളും ഒരുപോലെ റിക്കാർഡുള്ള ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല. ഇവിടെ സുബ്ഹിയായി, 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനപ്പുറത്ത് വേറൊരു നാട്ടിൽ സുബ്ഹിയായി, പിന്നെയും 1 മിനിറ്റ് കഴിയുമ്പോൾ അതിനപ്പുറം സുബ്ഹിയായി. അങ്ങനെ എന്റെ നാട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോ 2 മിനിറ്റ് 3 മിനിറ്റിന്റെ വ്യത്യാസം, കാസർഗോഡ് എത്തുമ്പോഴേക്ക് ചിലപ്പോ 5 മിനിറ്റിന്റെ വ്യത്യാസം, മംഗലാപുരത്ത് എത്തുമ്പോ 5 മിനിറ്റിന്റെ വ്യത്യാസം ചിലപ്പോ. സുഹൃത്തുക്കളെ, അങ്ങനെ അങ്ങ് പോയാൽ
മക്കയിലെത്തുമ്പോഴേക്ക് എത്രയോ സമയത്തിന്റെ വ്യത്യാസം. ചില പോയത്തക്കാരുണ്ട് വല്ലാത്ത വിട്ടികൾ. എങ്ങനെ? നമ്മുടെ നാട്ടിലെ അറഫ നോമ്പ് ചൊവ്വാഴ്ച, മക്കയിലെ അറഫ ബുധനാഴ്ച. സുബ്ഹാനല്ലാഹ്. അപ്പോ അറഫ നോമ്പ് അല്ലെങ്കിൽ തിരിച്ചു അറഫ നോമ്പ് ഇന്നലെ അറഫ, ഇവിടെ ഇന്ന് അറഫ. സുബ്ഹാനല്ലാഹ്. അപ്പൊ തലേ ദിവസമാണ് മക്കയിലെ അറഫ, പിറ്റേന്നാണ് നമ്മുടെ നാട്ടിലെ അറഫ ദിവസം. അറഫ ദിവസം 9. അപ്പൊ നമ്മളെ ആളുകൾ അറഫന്റെ നോമ്പ് എടുക്കും. അപ്പൊ ചില പുത്തൻവാദികൾ പോയിട്ട് മുറിപ്പിക്കും, അറഫ ഇന്നലെ കഴിഞ്ഞില്ലേ, അറഫ ഇന്നലെ കഴിഞ്ഞില്ലേ. ഈ സാധുവിന് ഒന്നും അറിഞ്ഞൂടാ. അറഫ എന്ന സ്ഥലത്തിന്റെ പേര്, അത് കഴിഞ്ഞൊന്നും പോയില്ല, അതവിടെ തന്നെ ഉണ്ടാവും. അറഫ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്, അവിടെ കഴിഞ്ഞു വന്നു. അറഫ എന്ന സ്ഥലം അവിടെ തന്നെ ഇല്ലേ. പിന്നെ എന്താ കഴിഞ്ഞത്? അറഫയിൽ നിൽക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത സമയം, അറഫയിൽ നിൽക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത സമയം അത് അവിടെ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അപ്പൊ അവിടെ കഴിഞ്ഞു. നമ്മക്കിവിടെ അറഫയിൽ നിൽക്കലില്ലല്ലോ, പിന്നെ അതിന്റെ സമയം കഴിഞ്ഞ് നമ്മളെന്തിനാ നോക്കുന്നു? നമ്മക്കിവിടെ ഉള്ള അറഫ ദിവസത്തെ ദുൽഹജ്ജ് 9 നോമ്പാണ്. ദുൽഹജ്ജ് 9 എടുക്കണം. അതൊന്നല്ല. ഒരു ചങ്ങാതിണ്ട്, മണിക്ക് ഫാൻ നിർത്തി. അയാൾക്ക് മണിക്ക് ഫാനില്ല. ഈ ഫാനാകുമ്പോൾ ലെവൽ ഉണ്ടാവില്ല, ഇങ്ങനെ കറങ്ങലാണല്ലോ. സുബ്ഹാനല്ലാഹ്. അയാൾ എന്താ ഇത്? മുസ്ലിമീങ്ങൾ പെരുന്നാളാക്കുന്ന പെരുന്നാൾ ഉണ്ടാവില്ല, മുസ്ലിമീങ്ങൾക്ക് നോമ്പാവും നോമ്പുണ്ടാവില്ല. അയാൾക്ക് വേറൊരു ദിവസമാണ്. അയാൾ എന്താ പറയുന്നത്? അയാൾക്ക് വേറെ ചില വാദങ്ങളാണ്. കൂട്ടത്തിൽ ചിലരുടെ ഒരു വാദം, മക്കയിൽ നോമ്പുള്ള അന്ന് തന്നെ നോമ്പാക്കുക. അത് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് എപ്പോ തുടങ്ങേണ്ടി വരുന്ന അറികൾ? നോമ്പ് സൂര്യനൊക്കെ ഉദിച്ചിട്ട് 8 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് തുടങ്ങേണ്ടി വരും. കാരണം അവിടെ സുബഹി ആകുമ്പോഴേക്ക് ഇവിടെ സുബഹി ആയിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോഴേ അവിടെ സുബഹിയാവുള്ളൂ. അതേപോലെ തന്നെ അവിടെ മഗ്രിബായാലോ, ഇവിടെ മഗ്രിബായിട്ട് കുറെ സമയം കഴിഞ്ഞിട്ട് അവിടെ മഗ്രിബാവുള്ളൂ. അപ്പൊ അവിടുത്തെ സമയത്തിനനുസരിച്ച് ഇവിടെ നോമ്പെടുക്കാൻ കഴിയും. അങ്ങനെ നോമ്പെടുക്കാൻ തന്നെ കഴിയില്ല. അപ്പൊ അത് മഹാവിഡിത്താണ്. ഒരു വിവരമില്ലാത്തവനാണ് അങ്ങനത്തെ ചില മസാല എന്നതിന് പറയണത്, മസാല എന്ന് പറയണം. അപ്പോ വിവരമില്ലാത്തതുകൊണ്ട് പഴയ കാലത്ത് നടന്നു വരുന്നതിനെ ചോദ്യം ചെയ്യുന്ന കുറെ മനുഷ്യന്മാർ. അല്ലാഹു തആല അവർക്കൊക്കെ ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ ഇപ്പൊ അതിലേക്ക് വന്ന് സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. റബീഉൽ അവ്വലായപ്പോ എല്ലാ സ്ഥലത്തും മൗലിദ്, ഗംഭീര മൗലിദ്. ഞാനിപ്പോ ഒമാനിൽ പോയി, എന്താണ് അവിടെ ഓരോ സ്ഥലത്തുള്ള മൗലിദ്, അവിടെയുള്ള അറബികളെ വീട്ടിൽ മൗലിദ്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, എന്റെ മോൻ മുജാഹിദായി. ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞു, അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് സത്യം ബോധ്യപ്പെടുത്തി ഹിദായത്ത് കൊടുക്കട്ടെ, അയാൾ വേർക്കാനാവും. അദ്ദേഹം സങ്കടം പറയാൻ, അയാൾ പറയാണ് മൗലൂദ് കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ മകൻ പറയുന്നത്, മക്കത്ത് മൗലൂദ് ഇല്ല. മക്ക കണ്ടില്ല, മക്കന്റെ മൂല കണ്ടില്ല. ഞാൻ പറഞ്ഞു അവരോട് എന്റെ കൂടെ വരാൻ പറയാം, ഞാൻ കാണിച്ചു കൊടുക്കാം. മക്കയിൽ നടക്കുമ്പോഴത്തെ ഗംഭീര മൗലൂദ്, ഞാൻ എത്ര മൗലൂദിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ. ഏത് ജാതി, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മൗലൂദ് മക്കയില്, മദീനയില്. ഇനി വേണമെങ്കിൽ നിങ്ങൾ 10-ാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് വരി, ഇന്റർനാഷണൽ മൗലൂദ്. എല്ലാ രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാരൊന്ന് മൗലൂദ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും വരണം, വണ്ടി ബുക്ക് ചെയ്യണം. മർക്കസിന്റെ കെയർ ഓഫിൽ വലിയ ഇന്റർനാഷണൽ മൗലിദ് മീലാദ് പരിപാടി, ലോകം മുഴുക്കെ മൗലിദ് ഉണ്ട്. ആ മൗലിദ് അവൻ ചിലപ്പോൾ നേരം വെളുപ്പം പോയിട്ട് കാഫ്റ്റീരിയയിൽ നിന്നുണ്ടാവും, കാഫ്റ്റീരിയയിൽ മൗലിദ് ഉണ്ടാവും, അവിടെ ജ്യൂസ് അല്ലാതെ. അപ്പൊ അത് മൗലിദ് വേണമെങ്കിൽ മൗലിദ് നടത്തുന്ന പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും വീട്ടിലും പരിസരത്തൊക്കെ ബന്ധപ്പെടുന്നവരല്ലേ അത് കാണുള്ളൂ. ഇവൻ പോയിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ആളുകൾ ചിലരങ്ങനെ കിബ്ർ മൂത്താല് ഈ തവളനെ പോലെയൊക്കെ മനുഷ്യന്മാര്, തവളനെ പോലെ തന്നെ എന്റെ വനക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു തവള ഒരു തൊണ്ടിൽ കയറിയിരുന്നു, നല്ല മഴ പെയ്യുന്നു, തൊണ്ടിലങ്ങോട്ട് വെള്ളം നിറച്ച മൂപ്പർ വിചാരിച്ചു ഇതിന്റെയാ കടലിലാണ്, തൊണ്ടിൽ വെള്ളം നിറഞ്ഞതാ. ആ തൊണ്ട് പിന്നെ കുറച്ചും കൂടി മഴ പെയ്തപ്പോ ഇങ്ങനെ ഒലിച്ചു പോകാൻ തുടങ്ങി. ഞാൻ നേരത്തെ കണ്ടോന്ന് വെള്ളമല്ല, വെള്ളമൊക്കെ ചാലിലുള്ളത്, ചാലില് വലിയ വെള്ളം. അത് പിന്നെ എല്ലാം കൂടി പോയി ഒരു തോട്ടിലിറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, വെള്ളം തീർത്തും തോട്ടിലല്ലേ. തോട്ടിന്ന് പിന്നെ വല്ലൊരു പുഴയിലെത്തിയപ്പോ ഞാനുണ്ടോ ഇതുവരെ വെള്ളം കണ്ടിരിക്കുന്നു. പുഴയെന്ന് കടലിലെത്തിയപ്പോഴോ അപ്പോഴാ മനസ്സിലായത് വെള്ളം നിറഞ്ഞ് ഇതുവരെയും കണ്ടിട്ടില്ല. മനുഷ്യന് വിവരം കുറയുമ്പോഴാ കിബിർ കൂടിക്കൊണ്ടിരിക്കുക. വിവരം കൂടുന്നതിനനുസരിച്ചാണ് താഴ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനല്ലേ? നിങ്ങൾ കാണുന്നില്ലേ, ഒറ്റ തേങ്ങയില്ലാത്ത തെങ്ങിന്റെ തയ്യിന്റെ ഓല, ആ ഓല ഇങ്ങനെ ആരടാന്ന് വെച്ച് മേലോട്ട് ഇങ്ങനെ ആരടാ, കിബിറ. ഒറ്റ തേങ്ങയുണ്ടാവില്ല, കടന്നിരുണ്ടാവില്ല. നേർമറിച്ച് ധാരാളം വെള്ളനിറും തേങ്ങയൊക്കെ ഉള്ള തെങ്ങാണെങ്കിലോ അതിന്റെ ഓലൊക്കെ വളരെ താഴ്മയോടെ താഴ്ന്നു കിടക്കും. അങ്ങനെയാ ഈ കിബിർ തുറന്ന് വിവരമില്ലാതിരിക്കുമ്പോഴാണ്
കൂടുതൽ വിവരം ഉണ്ടാവുമ്പോൾ കിബറുണ്ടാവില്ല, താഴ്മ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മക്കയിലും മദീനയിലും ലോകമെമ്പാടും മൗലിദുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു മവാഹിബുൽ ലദുനിയിൽ പറഞ്ഞു, ലാ ദാല അഹ്ലുൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം മൗലിദുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിക്കലും അത് പറയും ഭക്ഷണം കൊടുക്കലുമുണ്ട്. അതിൽ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ ലോകമെമ്പാടും നടക്കുന്നു. സ്നേഹത്തിന്റെ പേരിലാണ്. ആ നേതാവിനോടുള്ള സ്നേഹം വേറെ ആരോടും ഒരു മുസ്ലിമിനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന രാജ്യമല്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഇന്ത്യ രാജ്യം ഒരു ദിവസം നബിദിനത്തിന് ലീവായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി അടക്കം ചീഫ് ജസ്റ്റിസ് അടക്കം അന്ന് ഓഫീസ് ലീവാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം ഇവിടെ മുസ്ലിമീങ്ങൾ കൊണ്ടാടുമ്പോ അവരെല്ലാം അതിൽ ഭാഗവാക്കാവുകയാണ്. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഭാഗവാക്കാവുകയാണ്. ലോകം മുഴുക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതാ നബിദിന പരിപാടികൾ കൊണ്ടാടുമ്പോ അതിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ന്യായം എന്താണെന്നറിയോ? അവരൊരു രസമുള്ള ന്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തെടുക്കലാണ്. ഓ, കേട്ടാ തോന്നും വല്ലാത്ത സുന്നത്തെടുക്കുന്ന ആളായി ഇയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ വെട്ടി മുറിച്ച് നശിപ്പിച്ചവനായിട്ട് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ട് അറബിയിൽ ജുമ നിസ്കരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ ജുമ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ജുമയുടെ ഖുത്ബ നടത്തിയിട്ടുണ്ടോ? പെരുന്നാൾ നിസ്കരിച്ച ഭാഷയിലല്ലാതെ പെരുന്നാൾ ഖുത്ബ നടത്തിയിട്ടുണ്ടോ? പക്ഷേ നബി തങ്ങളെ സുന്നത്ത് മാറ്റിമറിച്ചവനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന സമയത്ത് പോലും തലപ്പാവ് ധരിച്ചിരുന്നു. ആ തലപ്പാവ് അല്പം ഉയർത്തിയിട്ട് ഫർളിന്റെ സ്ഥലം തലയിൽ നിന്ന് തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തീകരിച്ചു എന്നാണ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ളത്. പക്ഷെ ആ തലപ്പാവ് മിമ്പർമ കയറുമ്പോ പോലും വലിച്ചെറിഞ്ഞവനാണിത് പറയുന്നത്. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സമത്വം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ നിയമം കൊടുത്ത് സമത്വം പ്രകടിപ്പിക്കാൻ വ്യത്യസ്തമായ നിയമം കൊടുത്തുകൊണ്ട് സമത്വം എങ്ങനെ? സുബ്ഹാനല്ലാഹ്, 1,00,000 രൂപ സ്റ്റോക്ക് ചെയ്ത മുതലാളി അയാൾ 2,500 സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് ആകെ 2,500 ഒരു കൊല്ലം സ്റ്റോക്ക് ചെയ്ത പാവപ്പെട്ടവൻ 5 പൈസയും കൊടുക്കണ്ട. അപ്പൊ കണ്ടോ, എല്ലാവർക്കും ഒരേ നിയമം. മുതലാളിമാർക്കുള്ള നിയമമാണോ സാധുക്കൾക്ക്? നിയമം വ്യത്യാസമുണ്ട്. കഴിവുള്ളവൻ ഹജ്ജിന് പോകണം, കഴിവില്ലാത്തവൻ വേണ്ട. കഴിവുള്ള നോമ്പെടുക്കണം, കഴിവില്ലാത്തവൻ എടുക്കണ്ട. രോഗത്ത് കിടക്കുകയാണ്, വയസ്സാണ്, അയാൾക്ക് നോമ്പ് തീർക്കാനാവില്ല, അയാൾ നോമ്പെടുക്കണ്ട. അയാൾ ഒരു ബുദ്ധ് ഒരു 2 അരി സാധുക്കൾക്ക് അവകെ കൊടുത്താണ്. അങ്ങനല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരേ നിയമം. പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവനുസരിച്ച് നിയമം, ഓരോരുത്തരുടെ ശക്തി അനുസരിച്ച്, ആരോഗ്യം അനുസരിച്ച് നിയമം. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നോ നിന്ന് നിസ്കരിക്കും, കഴിയില്ലെങ്കിലോ പിടിച്ചിട്ട് നിസ്കരിക്കും, അതിനും കഴിയില്ലെങ്കിലോ ഇരുന്നിട്ട് നിസ്കരിക്കും. നീണ്ട പ്രസംഗത്തിൽ ഇപ്പം കഴിയില്ല. അതുകൊണ്ട് നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്കൊക്കെ ധാരാളം ആയിരക്കണക്കിന് സീഡി തീർത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ്, റസൂലുള്ളാഹിനെയും ഉപ്പാപ്പാനെയും ഒക്കെ മുൻനിർത്തി സത്യം ചെയ്യാൻ, റസൂലുള്ളാഹിന്റെ നാട് മുൻനിർത്തി സത്യം ചെയ്യാണ് അല്ലാഹു തആല. അങ്ങനെ വശംസി വദുഹാഹ തീർത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്.
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം. വായിക്കാൻ ആദ്യം തന്നെ നിർദ്ദേശം, വായിച്ചു പഠിക്കണം. പക്ഷേ എന്തും വായിക്കരുത്, എപ്പോഴും വായിക്കരുത്. വായിക്കേണ്ട സമയത്ത് വായിക്കേണ്ടതുപോലെ വായിക്കണം. എന്തും വായിച്ചാൽ വിശപ്പഴിച്ചു വായിക്കേണ്ടത് വായിക്കണം. അത് ഇഖ്റ ബിസ്മി. ഈ 3 സൂറത്തും പ്രസംഗിച്ച CD ഉണ്ട്. അതാ 3 സൂറത്ത് പറയാൻ കാരണം. 3 കൂടി വാങ്ങാൻ 100 റുപ്യ കൊടുത്താൽ ഓരോന്നും വാങ്ങും 40 വീടും കൊടുക്കും. അത് ഞാൻ തന്നെ വില പറയുന്ന കച്ചവടക്കാരനായിട്ടല്ല. അല്ലെങ്കിൽ നിങ്ങൾ CD കൊണ്ടുവരുമ്പോൾ ഇതിനെത്രയാ പൈസ നിങ്ങൾ ശ്രദ്ധ മാറിക്കും. പിന്നെ ഞാൻ വേറെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞു വെക്കാൻ നമുക്കൊണ്ട് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല, ലോകത്താർക്കും കഴിയില്ല. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി മാ ഫാബറഗ വലിം മിസാറ മഊതി ബിമാ ഫിൽ ബാലിബാൽ. ഒരു പണ്ഡിതനും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതിന്റെ 1,00,000 പോലും പറയാൻ കഴിയില്ല. പറഞ്ഞാൽ തീരാത്ത മഹത്വമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവർക്കും ഒരേ നിയമമല്ല. പ്രായമുള്ളവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക്, പണമില്ലാത്തവർക്ക്, അവർക്കൊക്കെ ഇളവുകളുണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാം. ഇപ്പൊ ഒരു പുതിയ മസേലുണ്ട്. മസേലല്ല, പുതിയൊരു പരിപാടി. എന്താ അറിയോ? നന്നായിട്ട് ആരോഗ്യത്തോടെ വീട്ടിൽ നിന്ന് പള്ളിയിലോളം നടന്നു വരിക, എന്നിട്ട് കസേര നിസ്കരിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് മസേലയാണ്. അങ്ങനെ വന്നത് നടന്നിട്ട് നിൽക്കാൻ കഴിയാത്തവർ നടക്കാൻ കഴിയും. എന്നിട്ട് വന്നതിന് ശേഷം പിന്നെ കസേര നിസ്കരിക്കുക. അത് പറ്റൂല. അദ്ദേഹത്തിന് റുക്കൂ ചെയ്യാനോ സുജൂദ് ചെയ്യാനോ കഴിയുന്നില്ലെങ്കിൽ ആ സമയത്ത് ഇരുന്നിട്ട് വേണമെങ്കിൽ അത് നിർവഹിക്കാം. അല്ലാതെ ആദ്യം തന്നെ കസേരയും പോയിരിക്കാൻ പറ്റില്ല, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല. നിൽക്കാൻ കഴിയുന്നിടത്തോളം നിൽക്കണം, നിന്നുകൊണ്ട് നിസ്കരിക്കണം. ആ കഴിയുന്നവൻ നിന്ന് നിസ്കരിക്കണം. കഴിയാത്തവന് ഇരിക്കാനുള്ള വകുപ്പുണ്ട്. അതിനും കഴിയാത്തവൻ കിടക്കാൻ വകുപ്പുണ്ട്. ആർക്കും ഒരു പ്രയാസം ഇസ്ലാമിന്റെ ഒരു നിയമത്തിലുമില്ല. ഒരാൾക്കും ഒരു ശല്യം ഇസ്ലാമിന്റെ ഒരു നിയമത്തിലുമില്ല. സിറാജുൽ ഹുദയിലെ കണ്ടർ കിട്ടാത്തവർക്കല്ലോ കണ്ടർ ഒരു 20 റുപ്യെങ്കിലും കൊടുത്താൽ, എത്ര കൊടുത്താലും നല്ല എന്നെ സിറാജുൽ ഹുദ കിട്ടാത്തവർക്കൊക്കെ വാങ്ങാം. ഇപ്പോൾ അതിലൂടെയൊന്നും ഇവിടെ സമയം പോകുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു നിർത്തുക. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കണ്ട ഒരു ചെറിയ ഉദാഹരണം. ഇവിടെ ഒരു 10 സെന്റ് ഭൂമി, അതെ, ഞാനും എന്റെ സുഹൃത്ത് മൊയ്തീനാജിയും കൂടി ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിട്ടൊന്നുമില്ല. അയാൾ വാങ്ങിക്കൊന്നും അറിയില്ല, ഞാൻ വാങ്ങിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇയാൾ ഇവിടെ വന്ന് ഭൂമി എടുത്തു എന്ന് പറഞ്ഞു. ഒന്നാമത് ക്ലിപ്പിങ്ങിന്റെ കാലാണ്, എല്ലാം ക്ലിപ്പാകുന്ന കാലാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാണ് കോയിനെ കടിക്കുന്നത്, പിന്നെ അമേരിക്കയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കാലം. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു 10 സെന്റ് ഭൂമി വാങ്ങി. ഞങ്ങൾ 2 പേര് ഷെയറാണ്. ആ ഭൂമിയിൽ നിന്ന് എന്റെ ഷെയർ ഞാൻ വിൽക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒരു പക്ഷേ ഞാനത് വിൽക്കുമ്പോ ഞാൻ എന്ത് വേണം? ഇസ്ലാമിൽ അവിടെ ഒരു നിയമമുണ്ട്. നിയമം എന്താണ്? എന്റെ കൂട്ടുകാരനോട് പറയാതെ വിൽക്കാൻ പാടില്ല, അയാളോട് സമ്മതെടുക്കാതെ പുറത്ത് വിൽക്കാൻ പാടില്ല, അദ്ദേഹത്തോട് സമ്മതമെടുക്കാതെ ഞാനത് പുറത്ത് വിറ്റാലോ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമമനുസരിച്ച് അത് അദ്ദേഹത്തിനങ്ങെടുക്കാം. വിറ്റ വില എനിക്ക് തന്നാൽ മതി, കച്ചവടം നടക്കേണ്ടതില്ല. മറ്റൊരാളുമായി നടത്തിയ കച്ചവടം നിലനിൽക്കൂല. എന്റെ ഷെയറുകാരൻ അത് തന്ന വില, പറഞ്ഞ വില തന്നിട്ട് അദ്ദേഹത്തിന് മുൻകെടുക്കാം. ഇതിനെ ശുഫാഅത്ത് കൊണ്ട് പിടിക്കുക എന്ന് പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നായി ഭൂമിയുള്ളവര്, ഒന്നായി കെട്ടിടമുള്ളവര്, ഒന്നായി ഷെയർ ബിസിനസ് നടത്തുന്നവര്, അവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ, ഒരാള് മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കാൻ, പ്രത്യേകിച്ചും ലോകത്ത് മനുഷ്യന്റെ സ്ഥിതി എന്ന് പറയുന്നത്, ഇന്ന് സ്നേഹിതനായവൻ ഒരു പക്ഷേ നാളെ പരസ്പരം തെറ്റിപ്പോകും. ഇന്ന് തെറ്റിപ്പോയവൻ ഒരു പക്ഷേ നാളെ സ്നേഹിതനാകും. അങ്ങനെയല്ലേ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നേരത്തെ ഒന്നിച്ചു വാങ്ങിയ സ്വത്ത്
ഒന്നിച്ചു വാങ്ങിയ ബിൽഡിങ് അത് മറ്റൊരാളെ ശല്യം ചെയ്യാൻ വേണ്ടി വേറെ ഒരാൾക്ക് വിറ്റാൽ ഈ ബാക്കിയുള്ള കൂറുകാരൻ വിഷമിച്ചു പോകാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു നിയമമാണത്. ഒരേ വഴിയാണെങ്കിൽ, ഒരേ കോമ്പൗണ്ട് ആണെങ്കിൽ അതേ മറ്റേയാൾക്ക് അതിന്റെ വില കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ അധികാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതുപോലെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകാത്ത ഒരു രംഗവുമില്ല. വെറുമൊരു നിസ്കാരം മാത്രം പഠിപ്പിച്ച നേതാവല്ലത്, വെറുമൊരു നോമ്പ് മാത്രം പഠിപ്പിച്ച നേതാവല്ലത്. പറമ്പ് വിൽക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് നിർദ്ദേശമുണ്ട്, വീട് വിൽക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശമുണ്ട്. വല്ലവരും പറമ്പ് വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട് വിൽക്കുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നു സ്വന്തം വീട് വിറ്റാ ചിലപ്പോൾ ബർക്കത്തില്ലാതെയായി പോകും, സ്വന്തം പറമ്പ് വിറ്റാ ചിലപ്പോൾ ബർക്കത്തില്ലാതെയായി പോകും. ശരിയാണ്, ആ പണം ചിലപ്പോ അങ്ങനെ തന്നെ തൊലഞ്ഞു പോകും. അതില്ലാതിരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളെ വീട് വിൽക്കുകയാണെങ്കിൽ, പറമ്പ് വിൽക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒന്ന് മറ്റൊന്ന് അതിന് പകരം വാങ്ങി വെച്ചേക്കണം. ഇല്ലെങ്കിൽ അവന്റെ സ്വത്തിന്റെ ബർക്കത്ത് പോയി പോകാൻ സാധ്യതയുണ്ട്. എല്ലാ രംഗത്തും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഹദീസ് കുട്ടികൾക്ക് ഓതിക്കുന്നു പറഞ്ഞു, എന്തൊരു നിർദ്ദേശമാണിത്. ഈ ഹദീസ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒരു സ്വത്ത് വിൽക്കില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം വിറ്റ പൈസ തൊലഞ്ഞു പോയി എന്നുള്ളത് എന്റെ അനുഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് എല്ലാ നന്മകളും വിതരണം ചെയ്തിരിക്കുന്നു, എല്ലാ ആശയങ്ങളും പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നേതാവിനെ കാണാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത നിയമത്തിലൂടെ സമത്വമെന്ന്. പുരുഷന്മാർക്ക് വലിയ ബാധ്യതയാണ്, പുരുഷന്മാർക്ക് വലിയ ബാധ്യതയാണ്. പുരുഷന്മാര് തെങ്ങ് കയറണം, കവുങ്ങിന്റെ മേലെ കയറണം, അടക്ക പറിക്കണം, തേങ്ങ പറിക്കണം, ഈത്തപ്പനയുടെ മേലെ കയറണം, ഈത്തപ്പഴം പറിക്കണം. അതുപോലെ മരത്തിന്റെ മേലെ കയറി മാങ്ങ പറിക്കണം, ചക്ക പറിക്കണം. അങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് പുരുഷന്മാര് ജീവിക്കണം. അതുപോലെ അവര് ജീവിച്ചാ പോരാ, അവരെ ഭാര്യക്കും ജീവിതത്തിന് ചെലവ് കൊടുക്കണം, മക്കൾക്കും കൊടുക്കണം. അതേസമയത്ത് ഒരൊറ്റ പെണ്ണിനോട് ഭർത്താവിന് ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മക്കൾക്ക് ചെലവ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ഭർത്താവ് കൊടുക്കണമെന്നാണ് നിയമം. അതേ കടലിൽ പോയാലും തരക്കേടില്ല, ഡ്രൈവർ ആയാലും തരക്കേടില്ല, ഏത് തൊഴിലെടുത്താലും തരക്കേടില്ല. തൊഴിലെടുത്ത് സ്വന്തം ഭാര്യയെ പോറ്റണം, മക്കളെ വളർത്തണം. ഉമ്മബാപ്പക്ക് പ്രായമായി കഴിവില്ലെങ്കിൽ അവർക്കും ഭക്ഷണവും സൗകര്യവും കൊടുക്കണം. പുരുഷന് ബാധ്യതയാണ്, സ്ത്രീകൾക്ക് ബാധ്യതയില്ല. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അതാ പുരുഷന്മാരോട് നിർദ്ദേശമാണ്. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്കല്ലേ എല്ലാ സ്വാതന്ത്ര്യവും. 5 ദിവസത്തിന്റെ പണിയെടുക്കണ്ട, സുഖമായിട്ട് പുറക്കിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. നമ്മൾ പണിയെടുക്കാൻ പോണം, അധ്വാനിക്കാൻ പോണം. പെണ്ണുങ്ങൾക്ക് എന്തൊരു സുഖ, ഒരു പണിക്കും പോണ്ട, ഒരു വിയർപ്പ് വലിക്കണ്ട, ഒരു തണുപ്പും കൊള്ളണ്ട, എന്തൊരു സുഖ. ഫീലിനെയും പേടിക്കണ്ട, അതുപോലെ തന്നെ വിസയും നോക്കണ്ട, നല്ല സുഖനി. ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയെ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി വിസ എടുക്കുക, അത് വേറെ വിസ. ഇവള് ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവള് വിസ നോക്കണ്ട, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട് ഇവള് വിസ നോക്കണ്ട, ഉമ്മാനെയും ബാപ്പാനെയും വിട്ട് പോകണ്ട. സമയത്ത് ഭർത്താവിന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുത്തല്ലേ, ഇനിയിപ്പൊ അയാൾക്ക് കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ പോകുന്നതിന് ആരും തടസ്സം നിൽക്കുകയും ചെയ്യരുത്, അത് വേറെ വിഷയം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എന്തൊരു സുഖമാണ്. അതെല്ലാം മതിയോ? ഈ പണിയെല്ലാം എടുക്കുന്നതിലേക്ക് 5 നേരം പള്ളിയിൽ പോകണം മുസ്ലിമീങ്ങൾ, പുരുഷന്മാര്. പെണ്ണുങ്ങൾക്ക് അതും അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, നമ്മൾ മരം കോച്ചുന്ന തണുപ്പിൽ സുബഹിക്ക് പള്ളിയിൽ പോകണം.
ഉച്ചക്ക് നല്ല വെയിലത്ത് ജുമാക്ക് പോകണം, നൂർക്ക് പള്ളിയിൽ പോകണം. സ്ത്രീകളോ അവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂലിനോട് വല്ലാത്ത അക്രമം ചെയ്ത കൂട്ടരാ പുത്തൻവാദികൾ. അവർ ചെറിയ അക്രമമല്ല ചെയ്തത് കേട്ടോ. തോണിയിൽ കയറാത്തവനെ പോലെയാണോ തോണിയിൽ കയറിയിട്ട് തോണി മറിച്ചിട്ടവൻ? സുഹൃത്തുക്കളെ, തോണിയിൽ കയറാതെ ഒരാൾ അക്കരെ തന്നെ നിന്ന് ഇക്കരെ കയറി യാത്രക്ക് വന്നില്ല. അയാളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, അയാൾ അക്കരെ തന്നെയാണ് അല്ലേ? അതേ സമയത്ത് തോണി കയറിയിട്ട് തോണി മറിച്ചിട്ടാലോ അവന്റെ ശല്യം ചെറുതാണോ? അതുപോലെയല്ലേ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളും കേറുന്ന തോണിയിരുന്നു എന്ന് തോണിയിൽ കയറി പഴയ മധ്യത്തിലെത്തും മറിച്ചിടുകയാണ്. പള്ളിയല്ല ഖൈർ, അതാ വീടല്ല ഖൈർ, പള്ളിയാണ്. അള്ളാന്റെ റസൂലിനെതിരായിട്ടൊരാശയം സ്ത്രീകൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അള്ളാന്റെ ദീന് തോണി മറിക്കും പോലെ മറിക്കുകയാണ്. ഇത്ര വലിയ അക്രമം അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനോട് ചെയ്തവൻ. സുബ്ഹാനല്ലാഹ്, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോളണം, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളെ സുന്നത്ത് മുറുകെ പിടിച്ചോളണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ 20 റകഅത്ത് നിസ്കരിച്ച് കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അത് വെട്ടി നുറുക്കിയില്ലേ പുത്തൻവാദി? അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. അതാ വെട്ടി മാറ്റിയില്ലേ പുത്തൻവാദി? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഈ മനുഷ്യൻ ജനങ്ങളോട് വന്നിട്ട് പറയും, മുഹമ്മദ് നബിയെ സ്നേഹിക്കാതെ തന്നെ സുന്നത്തെടുക്കലാണ്. കേൾക്കുമ്പോൾ ചിരി വരികയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കൽ വെറും സുന്നത്തെടുക്കൽ മാത്രമല്ല കേട്ടോ, നബി തങ്ങളെ അനുസരിക്കൽ മാത്രമല്ല കേട്ടോ. സ്നേഹം ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ടാകണം. അതെല്ലാറ്റിനേക്കാളും സ്നേഹം വേണം. സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം വേണം. ചെറിയ സ്നേഹം പോരാ. അതല്ലേ മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അങ്ങ് ഈജിപ്തിലിരുന്നിട്ട് സ്നേഹാധിക്യത്താൽ അതാ കരഞ്ഞുപോയി. ആ കരച്ചില് കൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ആമീൻ തദകൂരിജി വനിം ബിദി സലബി മസജ്തദം അൻജറാ മിൻ മുഖ്ലതിൻ ബിദമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സ്വപ്നം കാണണമെന്ന് മനസ്സിലാക്കി ബുറുദ ബൈത്ത് ചൊല്ലി ഇമാം ഹുസ്നവി തങ്ങള്. പക്ഷേ നബി തങ്ങളെ സ്വപ്നം കണ്ടില്ല. ഉസ്താദിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ പറഞ്ഞു, അതബുണ്ടായിട്ടുണ്ടാവില്ല. എന്താണ് അതബ്? ബുറുദ ബൈത്തിന്റെ ഇടയ്ക്ക് ഇമാം ബൂസിരി ഒരു സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ സലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവില്ല. ആ സലാത്താണ് കേട്ടോ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ എന്റെ സംരക്ഷകനായ അള്ളാനെ വിളിക്കുകയാണ്. എന്റെ സലാത്തും സലാമും ചൊല്ലാണ്. സല്ലി വസല്ലിം, നീ സലാത്ത് നൽകണേ, മഹത്തായ അനുഗ്രഹം ചൊരിയണേ. വസല്ലിം, മഹത്തായ സമാധാനം നൽകണേ. ദായിമൻ അബദാ, എല്ലാ കാലത്തും നൽകണേ, സ്ഥിരമായി നൽകണേ. എണ്ണവും കണക്കുമില്ലാത്ത സലാത്താ ചൊല്ലുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അതാണ് അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
ആ രണ്ട് മദ്ഹും പ്രത്യേകതയുള്ള മദ്ഹാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കളുടെ മദ്ഹ് സഹാബത്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോ ആ സദസ്സിലേക്ക് എത്തിച്ചേർന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേട്ട് സന്തോഷം പ്രകടിപ്പിച്ചതിന് ശേഷം അന ഹബീബുല്ലാഹി, ഞാൻ അള്ളാന്റെ പ്രിയപ്പെട്ടവരാണെന്ന് അവിടുത്തെ മദ്ഹ് അവിടുന്ന് തന്നെ പഠിപ്പിച്ചു. ആ മദ്ഹാണ് ഈ സലാത്തിൽ ഇമാം ബൂസിരി കൂട്ടിച്ചേർത്തത്. അതാണ് അലാ ഹബീബിക. അതിന്റെ ശേഷമുള്ളതോ ഉറക്കു തൂക്കാതെ ഇരുന്നോളൂ, ഞാൻ അതിന്റെ ശേഷമുള്ളതും കൂടി ഒന്ന് പറയാം. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസിരി ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗത്തിലുള്ള പലരും നീതിമാന്മാരല്ല, പലരും വിശ്വസ്തരല്ല. ഇമാം ബൂസിരിക്ക് മനസ്സ് വേദനിച്ചു, ഉദ്യോഗം രാജിവെച്ചിറങ്ങി. അങ്ങനെയാ പാടിയത് ഖബർതു ത്വവാഇഫൽ മുസ്തൗദഫീനാ ഫലം അജിദ് ഫീഹിം റജൂലൻ ആമീനാ. ഞാൻ പല ഉദ്യോഗസ്ഥന്മാരെയും പരിശോധിച്ചു നോക്കി, എന്റെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനും വിശ്വസ്തനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ രാജിവെച്ചിറങ്ങിയതാണ്. പോകുന്ന സമയത്ത് ഒരു പണ്ഡിതനെ കണ്ടു. നല്ല ആത്മീയ ചൈതന്യമുള്ള പണ്ഡിതൻ, തട്ടിപ്പുകാരനല്ല, ചൂഷകനല്ല, സ്ഥാനമാനത്തിനു വേണ്ടിയോ കാര്യലാഭത്തിനു വേണ്ടിയോ പ്രവർത്തിക്കുന്നവനല്ല, അഹങ്കാരിയല്ല, അസൂയക്കാരനല്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നവനല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ഫോളോ ചെയ്യുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നൊരു ആത്മീയതയുള്ള പണ്ഡിതൻ. ആ പണ്ഡിതനൊരു ചോദ്യം, ഓ സർഫുദ്ദീൻ ബൂസിരി, നിങ്ങൾ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടിരുന്നോ? വാസ്തവത്തിൽ കണ്ടില്ല. അവനെ കണ്ടു എന്ന് കള്ളത്താൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ കള്ളശേഖന്മാരാ കാല സ്വന്തം തന്നെ കറാമത്തുണ്ടാക്കി ഇങ്ങനെ സുബ്ഹാനല്ലാഹ്. കളവൊന്നും പറഞ്ഞില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരാളെ ആയിട്ട് അടുക്കണ്ട, ബന്ധപ്പെടണ്ട എന്നൊരു തീരുമാനം പറയുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞ എത്രയോ കളവുകള് ശരിക്ക് സനത് സഹിതം ബോധ്യപ്പെട്ടില്ല തീരുമാനിച്ചു. പിന്നെ പണ്ഡിതന്മാര് തീരുമാനിക്കുമ്പോ അത് ഇന്ന കാരണം കൊണ്ടൊന്നും പറഞ്ഞില്ല. പണ്ഡിതന്മാർക്ക് കാര്യം പറഞ്ഞ ആവശ്യം മാത്രമേ ഇരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇമാം ബൂസിരി കളവൊന്നും പറഞ്ഞില്ല, സത്യം കണ്ടിട്ടില്ല. പക്ഷേ ആ ചോദ്യം മനസ്സിൽ ആഴത്തിൽ തറിച്ചു. എനിക്കൊന്ന് കാണണം, ഹബീബിനെ കാണണം, കണ്ടേ പറ്റൂ. ഇമാം ബൂസിരി നഅം സറാത്തൈഫു മൻ അഹ്വാ ഫഅറഖനി والحب يتريض اللذات بالآلام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബി നിങ്ങളെ സ്നേഹിച്ചിട്ട് ഉറക്കം വരാത്ത സംഗതി പറഞ്ഞിട്ടുണ്ടല്ലോ ബൂസിരി മാവതങ്ങൾ ബുറുദയില്. ഇരിക്കട്ടെ, അന്ന് ബുറുദയൊന്നും ചൊല്ലിയിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് കണ്ടേ പറ്റൂ എന്ന ചിന്തയിലങ്ങ് കിടന്നു മയങ്ങിപ്പോയി. അന്ന് തന്നെ സ്വപ്നത്തിൽ കണ്ടു. പിന്നെ അതാ എതിരാളികളെ വിമർശിക്കുന്ന പാട്ടൊക്കെ നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീ ചെയ്തുകൊണ്ട് ഒരുപാട് പദ്യങ്ങൾ രചിച്ചു. ഹംസിയെ രചിച്ചു, മുദരിയെ രചിച്ചു, പലതും രചിച്ചു. പക്ഷേ അവസാനം മഹാനവറുകൾക്കൊരു പാദരോഗം വന്നുപോയി. ഒരു ഭാഗം തളർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കിടന്നുപോയി. അപ്പോഴാ തീരുമാനിച്ചത് ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടണം. അത് കാരണമായി രോഗമൊന്ന് മാറണം. അങ്ങനെ ചൊല്ലിയ പദ്യമാണ് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ.
അതിന്റെ തുടക്കമാണ്. അമീൻ തദക്കൂരിജി റാനിം ബിരിസലമി മസജിത്താദം അഞ്ചറാ ബിമുഖലതിൻ ബിദമി. രക്തം കലർത്തിയിട്ട് കണ്ണുനീരൊഴിക്കുന്നത് എന്തിനാണ്? മദീനയും മദീനയുടെ പരിസരവും അതിന്റെ അയൽവാസികളായ നബിതങ്ങളെയും സഹാബത്തിനെയും ഓർത്തിട്ടാണോ? ഇമാം ബൂസരിക്ക് സ്നേഹം കൊണ്ട് അതാ കണ്ണുനീര് വരികയാണ്, ചോര കലർന്ന കണ്ണുനീര് വരികയാണ്. ആ പദ്യം ചൊല്ലി 160ഓളം പദ്യം ചൊല്ലി അങ്ങ് തീർന്നു. അതാ ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. ആ പദ്യമൊന്ന് ചൊല്ലിക്കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇമാം ബൂസരി ആദ്യം മുതലേ ചൊല്ലുന്നു. ചൊല്ലി ചൊല്ലി എവിടെ എത്തിയെന്നറിയോ? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ചൊല്ലിക്കേതിന്റെ സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ദിൽ ഖൽഖി കുല്ലിഹിം. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ എത്തിച്ചേരുന്നത് എവിടെയാണ്? അവിടുന്ന് ദൈവമല്ല, ദൈവപുത്രനല്ല, അവിടുന്ന് അതാ മലക്കല്ല, ജിന്നല്ല, മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല, ജിബ്രീലിനെ കാണുന്ന മനുഷ്യനാണ്, ജിബ്രീലിനെ കേൾക്കുന്ന മനുഷ്യനാണ്, മലക്കുമായി ബന്ധപ്പെടുന്ന മനുഷ്യനാണ്. നമ്മളെപ്പോലെയല്ല. മനുഷ്യനാണെന്ന വാക്കങ്ങ് ചൊല്ലിയപ്പോ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല, ആവർത്തിച്ച് ചൊല്ലിയിട്ടും കിട്ടുന്നില്ല. അപ്പൊ നബിതങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ബാക്കിയുള്ള വരി. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നിശ്ചയമായും മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളിലും ഏറ്റവും ഉത്കൃഷ്ടരാണ്, ശ്രേഷ്ഠരാണ്. ഈ നബിതങ്ങൾ ഉറക്കിൽ പറഞ്ഞു കൊടുത്ത മദ്ഹ് അതും കൂടി എഴുതി ചെയ്തുകൊണ്ടാണ് ജീവിതകാലത്ത് അവിടുന്ന് പറഞ്ഞ മദ്ഹം ഉറക്കിൽ ഇമാം ബൂസരി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത പദ്യത്തിന്റെ ഒരു ഭാഗത്തുള്ള ആ മദ്ഹം ഇത് രണ്ടും എഴുതി ചെയ്തുകൊണ്ടാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ സലാത്തിന് വലിയ ബറക്കത്താണ് കേട്ടോ, ആ സലാത്തിന് വലിയ മഹത്വമാണ് കേട്ടോ. ഞാൻ എന്റെ ബുറുദ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതപോടെ ചൊല്ലണം സലാത്ത്, അതപോടെ ചൊല്ലണം ബുറുദ. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിന് യോജിക്കുന്നില്ല. ചിലരുതമ്പോ മൗലായ എന്ന് അല്ലാഹുവിനെ വിളിച്ച് ചൊല്ലുന്ന സ്ഥലത്ത് മൗലൈ മൗലൈ എന്ന് പറയുന്നത് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. അത് പടച്ചവനെ വിളിക്കുന്ന വാക്കാണല്ലോ, അത് അതിന്റെ ഗൗരവത്തോടെ തന്നെ ചൊല്ലണമെന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. നമുക്ക് മനസ്സിലായത് നമ്മൾ പറയൽ ആവശ്യമല്ലേ? സുഹൃത്തുക്കളെ ഇരുന്നോളൂ. ആ മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കഴിഞ്ഞു. നബി തങ്ങൾ മുഴുവനും കേട്ടുകഴിഞ്ഞു ഉറക്കില്.
കേട്ടുകഴിഞ്ഞപ്പോൾ രോഗമുള്ള സ്ഥലത്ത് അവിടുത്തെ കൈകൊണ്ടൊന്ന് തടകിക്കൊടുത്തു. കമ്മബിറ വസീബൻ ബില്ലംസി റാഹത്തുഹു. അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോൾ ഒരുപാട് രോഗം മാറിയെന്ന് ഇമാം ബുസ്രി ബുർദയിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. രോഗം മാറാനല്ലേ ഈ പദ്യം ചൊല്ലിയിട്ടുള്ളത്? അതേ, ഇമാം ബുസ്രി തങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള സ്ഥലത്ത് അവിടുത്തെ കൈകൊണ്ടൊന്നങ്ങ് തടകിക്കൊടുത്തു. രോഗം തൽക്ഷണം തന്നെ മാറിപ്പോയി. അതേ, എല്ലാം കഴിഞ്ഞപ്പോ ഒരു സാലിങ്ങോട്ടെടുത്തു. ആ സാലെടുത്ത് ഇമാം ബുസ്രി തങ്ങളുടെ ചുമലിൽ സാല് പുതപ്പിച്ചു കൊടുത്തു. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ നബിതങ്ങൾ പുതപ്പിച്ചു കൊടുത്ത സാല് ഇമാം ബുസ്രി തങ്ങളെ ചുമലിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് അൽ ബുർദ, പുതപ്പ് എന്ന പേര് ആ മഹത്തായ കാവ്യത്തിന് ലഭിച്ചിട്ടുള്ളതെന്ന് ഇമാം ബിസ്താമി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തിട്ട് എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീകൾ സദസ്സിലേക്ക് വരണം. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പിറ്റേ ദിവസം ഈജിപ്തിലൂടെ ആരോഗ്യത്തോടെ നടക്കുകയാണ്. ഇതുവരെ രോഗത്തിൽ കിടന്ന് വീട്ടിൽ നിന്ന് എവിടെയും പോകാത്ത ഇമാം ബുസ്രി ആരെയും കൽപ്പിക്കാത്തൊരു പദ്യമാണല്ലോ ബുറുദ ബൈത്ത്. അത് ഹബീബായ നബി തങ്ങൾക്ക് ഇന്നലെ രാത്രി കേൾപ്പിച്ചിട്ടുണ്ട്. വേറെ ആർക്കും കൈമാറിയിട്ടില്ല, വേറെ ആർക്കും കേൾപ്പിച്ചിട്ടില്ല. ഈ ബൈത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇമാം ബുസ്രി ആരോഗ്യത്തോടെ ഈജിപ്തിലൂടെ നടക്കുകയാണ്. പിറ്റേ ദിവസം പോകുന്ന വഴിക്ക് അബൂറജാ റളിയല്ലാഹു അൻഹു എന്ന സുഹൃത്തിനെ കണ്ടു. വലിയ മഹാനാണ്. അബൂറജാ തങ്ങൾ സലാം ചൊല്ലിയപ്പോ പറഞ്ഞു, ഓ ശറഫുദ്ദീനിൽ ബുസ്രി, നിങ്ങൾ ഹബീബായ നബിയെ കുറിച്ചൊരു പദ്യം ചൊല്ലിയില്ലേ? അതിന്റെ കോപ്പി ഒന്ന് വേണം. ഏത് പദ്യം? ഞാൻ ഒരുപാട് പദ്യം ചൊല്ലിയില്ലേ? മുദ്രിയുണ്ട്, ഹംസയുണ്ട്, പലതും ചൊല്ലിയിട്ടുണ്ട് രോഗമാകുന്നതിന് മുമ്പ്. ആ പദ്യങ്ങളെ കുറിച്ചായിരിക്കും ചോദ്യം എന്ന നിലക്ക് ഏത് പദ്യമാണെന്ന് ചോദിച്ചു. കാരണം ഈ ബുറുദയെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ, അതാരെയും കുറിച്ചിട്ടില്ലല്ലോ, അതാർക്കും കോപ്പി കൊടുത്തിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാൻ വകുപ്പില്ലല്ലോ. ഇമാം ബുസ്രി ചോദിച്ചു, ഏത് പദ്യമാണ്? അപ്പോൾ അതാ ബുർറജാ തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നു. ആമീൻ എന്ന് തുടങ്ങുന്ന പദ്യമാണ് ബുസ്രി. മിന്നൈന ഹഫിൽതഹു, അത് നിങ്ങൾ ഇവിടുന്ന് മനഃപ്പാടമാക്കി. ഞാൻ ആർക്കും അത് കേൾപ്പിച്ചിട്ടില്ലല്ലോ, ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴാണ് അബൂറജാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഔലിയാക്കൾ, സുഹൃത്തുക്കളെ, മഹാനായ അബുൽ അബ്ബാസിൽ മർസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അത് ഇമാം ബുസ്രി തങ്ങളെ ശൈഖാണ്. അബ്ബാസ് തങ്ങളെ ജാറം പോയാൽ നമുക്ക് കാണാം. അബുൽ അബ്ബാസിൽ മർസി തങ്ങൾ പറഞ്ഞില്ലേ, എപ്പോഴും നബിതങ്ങൾ എന്റെ കൺമുമ്പിലാണ്, എന്നിൽ നിന്നൊരിക്കലും നബിതങ്ങൾ മറയൂല. മറഞ്ഞാൽ ഞാൻ മുസ്ലിമാണെന്ന് ഞാൻ പറയൂല. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ വലിയ ദറജക്കാരുണ്ട്, വലിയ വലിയ കുതുബുകളുണ്ട്. മഹാനായ അബൂറജാ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയാണ്, നിങ്ങൾ എവിടുന്നാണ് ഈ പദ്യം മനഃപ്പാടമാക്കിയതെന്ന് ചോദിക്കുമ്പോ അബൂറജാ തങ്ങളെ മറുപടി, ഇമാം ബുസ്രി, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പദ്യം ചൊല്ലിക്കൊടുത്തില്ലേ? അങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ കരിമ്പിന്റെ തണ്ട് കാറ്റിലാടുന്നത് പോലെ നബിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്, സന്തോഷം കൊണ്ടാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപ്പാടമാക്കിയതാണ് ആ പദ്യം. സുബ്ഹാനല്ലാഹ്. എനിക്ക്
കോപ്പി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മഹാനായ ഇമാം ബൂസിരി അബൂർ റജാ റളിയല്ലാഹു അൻഹുവിന് കോപ്പി കൈമാറുന്നു. ഈജിപ്തിൽ മാത്രമല്ല ലോകമെമ്പാടും ബുറുദ പ്രസിദ്ധമാകുന്നു. സുഹൃത്തുക്കളെ, ആ ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥവും വിവരണവും സംസാരിക്കാൻ ആഗ്രഹിച്ചു. അള്ളാഹു അത് പൂർത്തീകരിച്ചു തരട്ടെ. ഇറങ്ങുമ്പോഴെല്ലാവരും വാങ്ങി കേൾക്കണം. അതിൽ ഞാൻ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും സുന്നത്തിൽക്കൊന്നും അല്ല. അതായത് ബുഖാരിയിൽ ഒരു ഹദീസ് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ നിർത്തട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ നഫ്സി. നബിയെ, എല്ലാറ്റിനേക്കാളും ബാപ്പ ഉമ്മ മക്കളടക്കം അർശ് കുർസി കഅബ അടക്കം എല്ലാറ്റിനേക്കാളും സ്നേഹം തങ്ങളോടാണ് എനിക്ക്. ഇല്ലാ നഫ്സി, എന്റെ ശരീരം കഴിച്ചാൽ, എന്റെ ശരീരം ഒഴിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാ ഉമർ ഖത്താബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരൊറ്റ ഫർളോ സുന്നത്തോ വയ്ക്കാത്ത ആളാണ്. സുന്നത്ത് എടുക്കാത്ത പോയപ്പോ ഒരു സുന്നത്ത് ഒഴിവാക്കിയില്ല, ഒരു ജമാഅത്ത് ഒഴിവാക്കാറില്ല. ഒരു ജമാഅത്ത്, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, തോട്ടം കാണാൻ പോയി. അപ്പൊ 2 തോട്ടവും സാന്ത്വന പ്രവർത്തനത്തിനുണ്ട്. അപ്പൊ തന്നെ നീക്കി. അതാണ് ഉമർ ഖത്താബ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സുന്നത്ത് വയ്ക്കാറില്ല, ഒരു ഫർളും വയ്ക്കാറില്ല, ഒരു ഖറാത്ത്, ഒരു ഹറാമ് ചെയ്യാറില്ല, ഒരു ഖറാത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല. ഉമർ ഖത്താബ് തങ്ങളാ പറഞ്ഞത്, ഏറ്റവും സ്നേഹം എല്ലാറ്റിനും തങ്ങളോടാണ് എന്റെ ശരീരം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ തോന്നില്ല, ഈമാൻ ശരിയായിട്ടില്ല, ഈമാൻ റെഡിയായിട്ടില്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു രാജാവിന്റെ അധികാരത്തിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം ഈമാൻ ശരിയാവില്ല. ഉമർ ഖത്താബ് വല്ല സുന്നത്ത് വെച്ചിരുന്നു. സുന്നത്ത് വയ്ക്കാതെ മാത്രം മതിയോ? ഒരു സുന്നത്തിൽക്കലല്ല സ്നേഹം. ശരിയായില്ല. പക്ഷേ പറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ ബർക്കത്തോടുകൂടി ഒരുമിച്ച് കൂടിയപ്പോ, ആ ചുരുങ്ങിയ സമയം ഒരുമിച്ച് കൂടിയ ആ ഹദ്റത്തിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾക്ക് ഈമാനിന്റെ വോൾട്ടേജ് കൂടി. അങ്ങനെ വോൾട്ടേജ് വർദ്ധിച്ചപ്പോൾ ആ സദസ്സിൽ തന്നെ തങ്ങളാ പറഞ്ഞു, അൽആന ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, നേരത്തെ ഉള്ളതുപോലെയല്ല ഇപ്പോൾ എന്റെ മനസ്സിന്റെ അവസ്ഥ മാറിപ്പോയി. ഇപ്പോൾ തങ്ങളോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ പറഞ്ഞു, അൽആന യാ ഉമർ, പ്രിയപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എവിടെ കണ്ടാലും ആ നബിയോടുള്ള സ്നേഹം കൊണ്ട് ഒന്ന് ചുംബിക്കാറുണ്ട്. ആ ചുണ്ട് വെച്ചുള്ള ചുംബനം എന്റെ പ്രിയപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചുംബിച്ചവനാണത്. അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുത്തു മൂസാ നബിയേ. സുഹൃത്തുക്കളെ, ഹബീബിനെ സ്നേഹിച്ച് ആ സ്നേഹം മുഖേന പാപം പുറത്തു കിട്ടണം. അതാണ് ഇമാം ബൂസരി ചൊല്ലിയത്,
بمدح المصطفى تهيا القلوب وتغتفر الخطايا والذنوب. മുസ്തഫ മുഹമ്മദ് തങ്ങളെ മദ്ഹ് കൊണ്ട് അതാ ഹൃദയം സജീവമാകുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ ഈ മദ്രസയും ഞങ്ങളെല്ലാ സംരംഭങ്ങളും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുവന്നു പോയവരാണ് ഞങ്ങൾ. ഇമാം ബൂസിരി അവിടുത്തെ മദ്ഹ് പറയാൻ ഒരുങ്ങുമ്പോ സ്വന്തം ശരീരത്തെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്, തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊലിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. من عين قد امتلأت من المحاريب والزمهم يتنادمي. ഹറാമ് നോക്കിപ്പോയ കണ്ണുകൾ ആ കണ്ണിൽ വെള്ളമൊലിപ്പിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന പാവപ്പെട്ടവരടക്കം മറ്റുള്ളവരെ ഉണർത്തിയിട്ടുണ്ട്. നേരത്തെ നരച്ച രോഗങ്ങളില്ല, ഇപ്പോൾ താടിയും തലയുമൊക്കെ നരച്ചിട്ടുണ്ട്, സിഗ്നല് കത്തിയിട്ടുണ്ട്, കൂടുതൽ കാലമില്ലെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇമാം ബൂസിരി സൂചിപ്പിച്ചിട്ടുണ്ട്. أبعاد في نصهن لتهابي. റബ്ബേ, ഹബീബിന്റെ മദ്ഹ് പറയാൻ ആശയുണ്ട്, അത് പറയാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അതിൽ മാത്രമുള്ള വൃത്തിയില്ല. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപിയാണ് ഞങ്ങൾ, പാപികളാണ്. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കളും റഹ്മാനേ, ഞങ്ങളെ നന്നാക്കളും റഹ്മാനേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി ഞങ്ങളെ ഏടുകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ മയച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ സർവ്വ ദുആകൾക്കും നീ ഇജാബത്ത് തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, നമ്മുടെ നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാള്, അദ്ദേഹം കുറ്റ്യാടിയിൽ വരാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ച ഹബീബ് റഹ്മാൻ ബാഖവി അദ്ദേഹത്തിന്റെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, മൗലിദ് പാരായണ സദസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അദ്ദേഹത്തിന് കുറ്റ്യാടിയിൽ വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തീരെ സമയം മതിയായില്ല. നാളെ രാവിലെ സമയം മുതൽക്ക് 100 പരിപാടികളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രത്യേകിച്ചു. അതുപോലെ ഞാൻ ഇന്ന് വളരെ ചെറിയ ഒരു ചെറുപ്പക്കാരൻ, 10-23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരിച്ച വീട്ടിൽ പോയി. അതുപോലെ വേറെ മരിച്ച വീടുകളിൽ 2 വീടുകളിൽ പോയിരുന്നു. പാനൂര് നമ്മുടെ മസ്കത്തിലെ പ്രവർത്തകൻ റഫീഖിന്റെ ബാപ്പ മരിച്ചു. അതുപോലെ വേറെ മരിച്ച വീടുകളിൽ പോയിട്ടുണ്ട്. എല്ലാം മരിച്ചു. എല്ലാവരും ഖബറും അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാരും ഉസ്താദുകൾ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സിറാജുൽ ഹുദ എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സ്ഥാപനമാണ്. ഞാനൊരു 50 കൊല്ലം മുമ്പ്, ഞാനൊരു 25 കൊല്ലം മുമ്പ് കുറ്റ്യാടി ചെന്ന് നോക്കുമ്പോൾ 11 മഹലിൽ മൗലിദ്, 11 മഹലിൽ നബിദിനില്ല, 11
അവിടെ ഓലശെട്ടി കെട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ ബർക്കത്ത്. 75ഓളം പള്ളി ഉണ്ടാക്കി, 30ഓളം മദ്രസ ഉണ്ടാക്കി, കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ 12,000ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, 1000ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ റിസീവറാണ് ഈ ബാഗ് തൂക്കിലിട്ട ഈ അസ്ലമി. അദ്ദേഹം നിങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് നല്ല സംഭാവന കൊടുക്കണം. ഒരു മാസത്തിൽ 65 ലക്ഷം 70 ലക്ഷം രൂപ ചെലവിന് വേണം. 1000ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 780ഓളം ആൾക്ക് ശമ്പളം കൊടുക്കണം. അതിന് വലിയ സംഖ്യ വേണം. എന്റെ പുറമേ സ്ഥലം വാങ്ങിയ ബിൽഡിംഗ് ഉണ്ടാക്കിയവർക്ക് കോടിക്കണക്കിന് റുപ്യ കടം വരുന്നുണ്ട്. അള്ളാഹു തആല എല്ലാ കടങ്ങളും വീട്ടി തരട്ടെ. പലരും സംഭാവനകൾ തന്നവരുണ്ട്, പലരും നേർച്ചേൽപ്പിച്ചവരുണ്ട്, ഇവിടെ വന്നപ്പോഴും തന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. വലിയ ഫലം നേർച്ചക്കുള്ളത് കൊണ്ട് 25 ലക്ഷം റുപ്യ ഒരു മാസത്തിന് നേർച്ച കിട്ടും. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് മതിയാവില്ല. നിങ്ങളൊക്കെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ എന്റെ നാട്ടിൽ പരിപാടിക്ക് പറഞ്ഞ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ റൂമിൽ പോയി കിടക്കലും, അദ്ദേഹം പാതിരാ സമയത്ത് അദ്ദേഹത്തെ പോയി ശല്യപ്പെടുത്തലും, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു വാങ്ങിക്കലും, അങ്ങനെ ഒരു സ്വന്തം സ്നേഹിതനായി അങ്ങനെ കാണുന്ന ഒരാളാണ് അദ്ദേഹം. നേരത്തെ ഞാൻ SSFകാരന്റെ കാലത്ത് അദ്ദേഹം SSFകാരനാണ്. അന്ന് മുതലേ അൽഹംദുലില്ലാഹ് ബന്ധമാണ്. അന്ന് പക്ഷെ താടിയൊന്നും നരച്ചിട്ടില്ല, നേരത്തെ പറഞ്ഞ പഴയ പോലെയല്ല. അപ്പൊ നമ്മളൊക്കെ സിഗ്നൽ കത്തിപ്പോയ സമയമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും സഹകാരികൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. രോഗങ്ങളെല്ലാം അള്ളാഹു തആല സുഖപ്പെടുത്തി തരട്ടെ. അപ്പോ ഇവിടെ വരെ വന്നു. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ ഓതണം. അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പിരിവൊന്നും വാങ്ങുന്നില്ല, സിറാജിലൊക്കെ കിട്ടും പോലെ നിങ്ങൾ വാങ്ങിച്ചോളീന്ന്. ഇങ്ങനെ കിട്ടും പോലെ വാങ്ങണമെങ്കിൽ നിങ്ങൾ നല്ലോണം തന്നാലല്ലേ കിട്ടുള്ളൂ. സിറാജിലൊക്കെ വലിയ കടങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നാലും കൂടിപ്പോന്നെ പേടിക്കണ്ട, കുറഞ്ഞോന്ന് മാത്രമേ പേടിക്കണ്ടൂ. എത്ര തന്നാലും കുഴപ്പമില്ല, തരണമെന്ന് നിർബന്ധമില്ല. തന്നാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നല്ലതാണ്, അത് നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കും. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കട്ടെ. ദുനിയാവിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെ പറഞ്ഞു കിട്ടുന്ന സദസ്സ് ആകെ കൊല്ലത്തിൽ 1 or 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എവിടെ ചെന്നാലും അതാത് സ്ഥലത്ത് തീവെടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്, അത് വേണമല്ലോ, എല്ലാ സ്ഥലത്തും എല്ലാം നടക്കണമല്ലോ. അല്ലാഹു തആല നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നടത്തി തരട്ടെ. ഫാത്തിഹ സൂറത്തും എല്ലാവരും ഓതണം, 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആഉത്തരമുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. ഒരു ചെറിയ ഒരു കസേര കൊണ്ട് തന്നാലേ ഇൻഷാ അല്ലാഹ് ഇരിക്കാം. സംഭാവന തരുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാങ്ങാം, നിർബന്ധമല്ല. നിങ്ങളൊക്കെ തന്നാൽ അൽഹംദുലില്ലാഹ്. വലിയ കടമുണ്ട്, അല്ലാഹു തആല കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. അതുപോലെ സ്ത്രീകൾ ചെറിയ ബക്കറ്റ് മറ്റോടെ കൊടുത്തയച്ചാൽ അവർക്കും സംഭാവന കൊടുത്തയക്കാം. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വലിയ സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ട്, നേർച്ച കൊടുത്തയച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഫലം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. നമ്മളെ നാട്ടിൽ അല്ലാഹു തആല എല്ലാ നാട്ടിലും നല്ല ദീൻ പഠിപ്പിക്കുന്ന മദ്രസ എല്ലാ സ്ഥലത്തും അല്ലാഹു തആല തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മരണപ്പെട്ടുപോയ കബീർ സഖാഫി ഹബീബുർ റഹ്മാൻ, അതുപോലെ കുറ്റ്യാടിയിൽ സിറാജുൽ ഹുദയുടെ സ്ഥാപകനായിരുന്ന എന്റെ കൂടെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പങ്കെടുത്തു. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോഴത്തെ ഖജാൻജിയായിരുന്നു.
PCS തങ്ങൾ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. പ്രായമുള്ള ആളാണ്, തങ്ങളാണ്. അള്ളാഹുത്തല അവരെ ഖബർ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കാണ്. അതുപോലെ മക്കളില്ലാത്തവർ ദ്വാരക്കബർ അള്ളാഹു ഹൈറായ മക്കൾ കൊടുക്കട്ടെ. അള്ളാഹുത്തല അവർക്ക് നമുക്കൊക്കെ സന്തോഷം നൽകട്ടെ. ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും പല വിഷയങ്ങളും പ്രശ്നങ്ങളുള്ളവരുണ്ട്. അള്ളാഹു എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരട്ടെ. മദീനാജിയുടെ ബാപ്പ മരിച്ച ആണ്ടിന്റെ സമയമാണ്. അള്ളാഹുത്തല അവരെ ഖബറിൽ സന്തോഷം നൽകട്ടെ. എന്റെ അമ്മാമ്മ മരിച്ച ആണ്ടിന്റെ സമയമാണ്. അള്ളാഹുത്തല അവരെ ഖബറിൽ സന്തോഷത്തിലാക്കട്ടെ. ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അബ്ദുറഹീം അള്ളാഹുത്തല പൂർണ്ണ സലാമത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ വരുമ്പോ വേറെ ആള് 2 കൈയും പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു, ആക്സിഡന്റ് ആയിട്ട്. അള്ളാഹുത്തല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. ഉറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അള്ളാഹുത്തല അദ്ദേഹത്തിന് ഉറക്കും മനസ്സമാധാനവും കൊടുക്കട്ടെ. അതുപോലെ എത്രയോ ആളുകളുണ്ട് അപകടം പറ്റി കിടക്കുന്നവർ. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. നമ്മുടെ ഓപ്പറേറ്റർക്ക് ഉണ്ടല്ലോ ഒരു അസുഖം, എന്തോ പൊട്ടിയതാ, കൈ എന്താണെന്ന് അറിയില്ല, എല്ലാം മാറ്റി അള്ളാഹു അടച്ചു മാറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربي സാധുക്കളായ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും സദഖ ചെയ്തതും നേർച്ച ചെയ്തതും ഞങ്ങളെ മദ്രസയിൽ ഞങ്ങളെ ഈ സംരംഭങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് മഹാന്മാരെ ഹദറത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിതന്മാർ, ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഇവിടെ വെച്ച് പറയപ്പെട്ട ബാക്കവി അടക്കമുള്ള എല്ലാവരുടെ ഖബറിൽ നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ ഒരു പ്രയാസവും തന്നേക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. നിങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. മാപ്പ് ചെയ്യണം റഹ്മാൻ. ഞങ്ങൾ ദുർബലന്മാരാണ്, ശൈത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകുന്നവരാണ്. അല്ലാഹ് സാധുക്കളെ ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വഴിയില്ല അല്ലാഹ്. ഈ സദസ്സിൽ എത്രയോ ആലിമീങ്ങളുണ്ട്, മോമിനീങ്ങളുണ്ട്, മോമിനാത്തുകൾ. അവരെല്ലാം ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നിന്റെ അടുക്കൽ നല്ലവരാണ്. ഈ സാധുവിൽ ആരോടും ഉപദേശം പറയാൻ അർഹതയില്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. നിനക്ക് ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിയാം, പരസ്യങ്ങൾ അറിയാം. നീ ഞങ്ങളെ ഒരു വിഷയത്തിൽ ശിക്ഷിക്കാതെ മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ സ്നേഹിച്ച ഒരാളെയും നീ ശിക്ഷിക്കരുതേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ, ലോകത്താരെല്ലാം ഉണ്ടോ, ആരൊക്കെ നൽകുന്നവരുണ്ടോ, അധ്വാനിക്കുന്നവരുണ്ടോ, പ്രവർത്തിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണേ അല്ലാ. ഏത് വലുതോ ചെറുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഏത് അപകടത്തിൽപ്പെട്ടവരുണ്ടോ നീ പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചറബേ, അപകടത്തിൽ മരിച്ചുപോയവരെ ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. പടച്ചറബേ, സിറാജുൽ